ഹരി ഓം നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 21-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 31 മുതൽക്ക് 38 വരെ മറ്റുള്ള ശ്ലോകങ്ങളാണ് എടുത്തത്. 37 വരെ. നമുക്ക് തുടർന്ന് കാണാം. പൃഥുചരിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗമാണ്. പൃഥു ഒരു സത്രം വിളിച്ചുകൂട്ടി അവിടെ വച്ച് തൻ്റെ പ്രജകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശമാണ് മഹാത്മാക്കളായിട്ടുള്ള ഋഷിവര്യന്മാരും ദേവന്മാരും ഒക്കെ ഇരിക്കുന്നതായിട്ടുള്ള സദസ്സിൽ വെച്ച് മഹാത്മാക്കളോട് നിങ്ങളിതിനെ അനുമോദിക്കണം, അംഗീകരിക്കണം, എങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കും. മാത്രമല്ല, നിങ്ങൾ അനുമോദിച്ചാൽ മറ്റ് സാധാരണ ജനങ്ങളെല്ലാം അത് സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അഭിപ്രായത്തെ എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിക്കുന്നു അതിമനോഹരമായിട്ട്. നമുക്ക് ആദ്യം ഇന്നലെ എടുത്ത ഭാഗം വായിക്കാം. എടുത്ത ഭാഗവും ഇനി ഇന്ന് എടുക്കാനുള്ള ഭാഗവും വായിക്കാം. 31-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 21-തമോऽധ്യായഃ. രാജോവാച തൊട്ടന്നെ വായിക്കാം. ആ ഒരു കംപ്ലീറ്റ് ആശയങ്ങളും വന്നോട്ടെ. രാജോവാച സഭ്യാ ശൃണുത ഭദ്രം വഹ സാധവോ യൈഹാഗതാഃ സൽസു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിതാ പൃഥക് തസ്യ മേ തദനുഷ്ഠാനാത് യാനാഹുർബ്രഹ്മവാദിനഃ ലോകാസ്യുക്കാമസന്തോഹാ യസ്യ തുഷ്യതി ദിഷ്ടദൃക് യ ഉദ്ധരേത്കരം രാജാ പ്രജാധർമ്മേഷ്വശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി സഹ തൽപ്രജാഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ കുരുതാദോക്ഷജതിയഃ തർഹി മേ അനുഗ്രഹ കൃതഃ യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ അമലാഃ കർത്തുഃ ശാസ്തുഃ അനുജ്ഞാതുഃ തുല്യം യത്പ്രേത്യ തദ്ബലം അസ്തി യജ്ഞപതിർനാമ കേഷാഞ്ചിത് അർഹസത്തമാഃ ഇഹാമുത്ര ച ലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യഃ ക്വചിത് ഭുവഃ മനോരുത്ഥാനപാദസ്യ ധ്രുവസ്യാപി മഹീപതേഃ
പ്രിയവ്രതസ്യ രാജർഷേഃ അംഗസ്യാസ്മത്പിതുഃ പിതുഃ ഈദൃശാനാം അദാന്യേഷാമജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യമസ്തി ഗതാഭൃതാ ദൗഹിത്രാദീൻ ഹൃദേ മൃത്യോഃ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുനാ യൽപാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷജന്മോപചിതം മലം ദിയഃ സദ്യക്ഷിണോത്യന്വഹമേദതി സതി യഥാ പദാങ്കുഷ്ടവിനിസൃതാ സരിത് വിനിർദുതാശേഷമനോമലഃ പുമാൻ അസംഗവിജ്ഞാനവിശേഷവീര്യവാൻ യദംഘ്രിമൂലേ കൃതകേതനഃ പുനഃ ന സംശ്രുതിം ക്ലേശവഹാം പ്രപദ്യതേ തമേവ യൂയം ഭജതാത്മവൃത്തിഭിഃ മനോവചക്കായ ഗുണൈഃ സ്വകർമ്മഭിഃ അമായിന കാമദുഃഖാംഘ്രിപങ്കജം യദാധികാരാവസിതാർത്ഥസിദ്ധയഃ അസൗ ഇഹാനേക ഗുണോ ഗുണോദ്വരഃ പൃഥഗ്വിധദ്രവ്യഗുണക്രിയോക്തിഭിഃ സമ്പദ്യതേർത്ഥാശയലിംഗനാമഭിഃ വിശുദ്ധവിജ്ഞാനഘനസ്വരൂപതഃ പ്രധാനകാലാശയധർമ്മസംഗൃഹേ ശരീരയേശ പ്രതിപദ്യ ചേതനാം ക്രിയാബലത്വേന വിഭുർവിഭാവ്യത്തെ യഥാനലോ ദാരുഷു തദ്ഗുണാത്മകഃ അഹോ മമാമി വിതരന്ത്യനുഗ്രഹം ഹരിം ഗുരും യജ്ഞഭുജാമധീശ്വരം സ്വധർമ്മയോഗേന യജന്തി മാമകാഃ നിരന്തരം ക്ഷോണിതലേ ദൃഢവ്രതാഃ മാ ജാതു തേജഃ പ്രഭവേന്മഹർദിഭിഃ തിതിക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനെ അജിതദേവതാനാം കുലേ സ്വയം രാജകുലാദ്വിജാനാം ബ്രഹ്മണ്യദേവഃ പുരുഷഃ പുരാതനോ നിത്യം ഹരിർയച്ചരണാഭിവന്ദനാത് അവാപലക്ഷ്മീം അനപായിനീം യശോ ജഗൽപവിത്രം ച മഹത്തമഗ്രണീഃ യൽ സേവയാ ശേഷഗുഹാശയസ്വരാട് വിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വരഃ തദേവ തദ്ധർമ്മപരൈർവിനീതൈഃ സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം പുമാൻ ലഭേതാനതിവേലമാത്മനഃ പ്രസീദതൊത്യന്തശമം സ്വതഃ സ്വയം യന്നിത്യസംബന്ധനിഷേവയാ തതഃ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം അസ്നാത്യനന്ദഃ ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖയുജ്യനാമഭിഃ ന വൈ തദാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനെ പാരമഹംസ്യ പര്യഗുഃ യദ്ബ്രഹ്മ നിത്യം നിരജം സനാതനം ശ്രദ്ധാതപോമംഗളമൗന സംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്തദൃഷ്ടയേ യത്രേദമാദർശൈവാവഭാസത്തെ തേഷാമഹം പാദസരോജരേണും ആര്യാവഹേയാധികിരീടമായുഃ യം നിത്യതാ ബിഭ്രത ആശുപാപം നശ്യത്യമം സർവഗുണാ ഭജന്തി ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനു സമ്പദഃ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദന സാനുചരശ്ച മഹ്യം മൈത്രേയ ഉവാച ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാതയഃ തുഷ്ടുവുർഹൃഷ്ടമനസഃ സാധുവാദേന സാധവഃ പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതി ശ്രുതിഃ ബ്രഹ്മദണ്ഡഹതഃ പാപോ യദ്വേനോത്യതരത്തമഃ ഹിരണ്യകശിപുശ്ചാപി ഭഗവന്നിന്ദയാ തമഃ വിവിക്ഷുരത്യഗാൽ സൂനോഃ പ്രഹ്ലാദസ്യാനുഭാവതഃ വീരവർയ പിതഃ പൃഥ്വ്യാഃ സമാ സഞ്ജീവ ശാശ്വതീഃ യസ്യേദൃശി അച്യുതേ ഭക്തിഃ സർവലോകൈകഭർത്തരി അഹോ വയം ഹൃദ്യപവിത്രകീർത്തേ ത്വയൈവ നാഥേന മുകുന്ദനാദാഃ യ ഉത്തമശ്ലോകതമസ്യ വിഷ്ണോഃ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി നാത്യത്ഭുതമിദം നാദ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതിഃ കരുണാത്മനാം അദ്യനസ്തമസഃ പാരഃ ത്വയോപാസാദിതഃ പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംജ്ഞിതൈഃ നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ
യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസാ. ഹരിയോമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ഏകവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ. നാരായണ നാരായണ. അപ്പോൾ പ്രജകളോട് പൃഥുവിൻ്റെ ഉപദേശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജധർമ്മമാണ് താൻ ഇവിടെ പ്രജകളെ നേരായ വഴിക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ധർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എനിക്കും പരലോകത്ത് ചെന്നാലും ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സജ്ജനങ്ങളോട് പറഞ്ഞു, യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ അമലാഹ കർത്തുഹു ശാസ്തുഹു അനുജ്ഞാതുഹു തുല്യം യത് പ്രേത്യ തദ്ബലം. നിങ്ങളിതിനെ അനുമോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ബലം ലഭിക്കും. അതുകൊണ്ട് നിങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനുണ്ട് എന്നാണ് അറിവുള്ളവരുടെ എല്ലാം അഭിപ്രായം എന്ന് പറഞ്ഞ് മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അങ്കൻ, അജൻ അഥവാ ബ്രഹ്മദേവൻ, ഭവൻ അഥവാ മഹാദേവൻ, പ്രഹ്ലാദൻ, ബലി മുതലായവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവരൊക്കെ ഈശ്വരനെ സമ്മതിക്കുന്നവരാണ്, ഈശ്വരനെ ബഹുമാനിക്കുന്നവരാണ്. ഈ പ്രപഞ്ചത്തെ നിയമിക്കുന്നതായിട്ടുള്ള ആ നിയാമക ശക്തിയെ അവരെല്ലാം ഉൾക്കൊള്ളുന്നു. എൻ്റെ അച്ഛനെ ഒഴിച്ച് എന്ന് പറഞ്ഞ് തൻ്റെ പിതാവായ വേനനെ മാത്രം തള്ളിപ്പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട്, മൂഢത്വം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട് അദ്ദേഹം ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഭഗവാന്റെ സേവാ അഭിരുചി, ജീവിതത്തിൽ സംസാര ദുഃഖങ്ങൾ അനുഭവിച്ച് തപിക്കുന്നവരുടെ ആ ബുദ്ധിയുടെ അന്ധകരണത്തിലെ മലത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നു. ആ ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകിയതായിട്ടുള്ള ഗംഗാ നദിയെപ്പോലെ പവിത്രീകരിക്കാൻ ശക്തിയുള്ളതാണ് ഭഗവത് ഭക്തി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഭഗവാനെ തന്നെ ഭജിക്കുവിൻ. തമേവ യൂയം ഭജത ആത്മവൃത്തിഭിഃ മനോവചകായ ഗുണൈർ സ്വകർമ്മഭിഃ അമായിന കാമദുഗാംഗ്രി പങ്കജം യഥാധികാര അവസിത അർത്ഥസിദ്ധയഃ. ഓരോരുത്തരും അവരവരുടെ അധികാരത്തിനനുസരിച്ച് അവരവരുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾക്കനുസരിച്ച് യഥാശക്തി ഓരോരുത്തരും ആ ഭഗവാനെ തന്നെ ഭജിക്കുവിൻ. കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ എന്നുള്ള അർത്ഥത്തിൽ സ്വകർമ്മങ്ങളെ കൊണ്ട്, അവരവരുടെ സ്വധർമ്മം കൊണ്ട് എന്തും നൽകുന്ന പാദകമലത്തോടുകൂടിയ കാമങ്ങളെ മുഴുവൻ ചുരന്നു തരുന്നതായിട്ടുള്ള കാമധേനുവാണ് അദ്ദേഹത്തിൻ്റെ പാദകമലം. അതിനെ മായ കൂടാതെ, കാപട്യം കൂടാതെ ഓരോരുത്തരും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഭജിക്കുവിൻ. ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ എല്ലാമായിരിക്കുന്നത്. ആ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറൊന്ന് ഇല്ല. ഈ ശരീരത്തിൽ ചൈതന്യസ്വരൂപനായിരിക്കുന്നു. എന്നിട്ട് ക്രിയാഫലത്തെ അനുഭവിക്കുന്നതും അവൻ തന്നെയാണ്. എങ്ങനെയാണോ വൃക്ഷങ്ങളിൽ അഗ്നി, ഏകനായ അഗ്നി, പക്ഷേ വൃക്ഷങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പലതായി
പല വർണ്ണങ്ങളിൽ പല രൂപങ്ങളിൽ കാണപ്പെടുന്നത്, അതുപോലെയാണ് ആ ഈശ്വരൻ നമ്മൾ ഓരോരുത്തരിലും അന്തര്യാമിയായിരുന്ന് കർമ്മഫലങ്ങളെ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്ന ജീവനായും ഇരിക്കുന്നു. ആരൊക്കെയാണോ എൻ്റെ പ്രജകളിൽ ആ ഭഗവാനെ തന്നെ ആരാധിക്കുന്നത്, അവർ തീർച്ചയായിട്ടും എന്നെയും അനുഗ്രഹിക്കുന്നു. അഹോ മമ അമീ വിതരന്തി അനുഗ്രഹം ഹരിം ഗുരും യജ്ഞഭുജാമധീശ്വരം സ്വധർമ്മയോഗേന യജന്തി മാമകാഹ നിരന്തരം ക്ഷോണിതലേ ദൃഢവ്രതാഹ. ഈ ഭൂമിയിൽ ദൃഢവ്രതരായിട്ട് ആരാണോ ഭഗവാനെ തന്നെ സേവിക്കുന്നത്, തീർച്ചയായിട്ടും അവർ എന്നെയും അനുഗ്രഹിക്കുന്നു. ആ പ്രജകളുടെ പ്രവൃത്തി രാജാവിന് പുണ്യം നൽകുന്നു. പ്രജകൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ 1/6 രാജാവിനുള്ളതാണ്. അപ്പം എന്നെ അവർ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മഹാത്മാക്കളെ നിങ്ങൾ നിന്ദിക്കരുത്. ഒരു രാജാക്കന്മാരും ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയും ഭഗവത് ഭക്തന്മാരെയും ശാസിക്കേണ്ട കാര്യം ഇല്ല. അവർ ശാസിക്കേണ്ട ആവശ്യമുള്ളവരല്ല, അവർ ശാസിക്കപ്പെടേണ്ടവരല്ല. അവർ ഭഗവാന്റെ ശാസനയെ ശിരസാ വഹിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അറിവില്ലാതെ ചെന്ന് ധിക്കാരം കാണിക്കരുതാരും എന്ന് പറയുന്ന രീതിയിൽ മാ ജാതു തേജഃ പ്രഭവേൻ മഹർദിഭിഃ തിതിക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനേ അജിത ദേവതാനാം കുലേ സ്വയം രാജകുലാദ്വിജാനാം. അപ്പോ തിതിക്ഷ, തപസ്, വിദ്യ എന്നിവ കൊണ്ട് ശോഭിക്കുന്നവരായിട്ടുള്ള, ഭഗവാനെ തന്നെ ദേവതയായി കരുതുന്നവരായിട്ടുള്ള ആ മഹാത്മാക്കളുടെ കുലത്തിൽ അവനവൻ്റെ മഹർദിഭിഹി ഐശ്വര്യമുണ്ട്, പദവികളുണ്ട് എന്ന് കരുതി ഒരു രാജകുലത്തിലുള്ള ആളുകളും ആ ദ്വിജന്മാരെ, ആ മഹാത്മാക്കളെ ഒന്നും ചെന്ന് അവരുടെ തേജസ്സിനെ ചോദ്യം ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ നേരെ പ്രഭാവം കാണിക്കരുത്, അവരെ ധിക്കരിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുകയാണ് ഇനി വരുന്നതായിട്ടുള്ള ശ്ലോകങ്ങളിലും. തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഈ ചില പുസ്തകങ്ങളിൽ 37, ചില പുസ്തകങ്ങളിൽ 36 എന്ന് പറയാവുന്ന ആ ശ്ലോകം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം തൊട്ട് ആ ബ്രാഹ്മണ മഹത്വം, മഹാത്മാക്കളുടെ മഹത്വം, അവരെ സേവിക്കേണ്ടതിൻ്റെ, ബഹുമാനിക്കേണ്ടതിൻ്റെ എല്ലാം ആവശ്യകതയെ എടുത്തു പറയുകയാണ്. ബ്രഹ്മണ്യദേവഃ പുരുഷഃ പുരാതനോ നിത്യം ഹരിർയച്ചരണാഭിവന്ദനാത് അവാപലക്ഷ്മീം അനപായിനീം യശോ ജഗൽപവിത്രം ച മഹത്തമാഗ്രണീഃ. ബ്രഹ്മണ്യദേവഃ പുരുഷഃ പുരാതനഃ നിത്യം ഹരിഃ യച്ചരണാഭിവന്ദനാത് അവാപലക്ഷ്മീം അനപായിനീം യശോ ജഗൽപവിത്രം ച മഹത്തമഗ്രണീഃ. ഇവിടെ ഹരി ആണ് കഥാനായകൻ. ഈ ശ്ലോകത്തിൽ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെ എന്നും മഹാത്മാക്കളുടെ പാദസേവ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലക്ഷ്മി ദേവിയെ നിത്യമായിട്ട് കിട്ടിയതും അദ്ദേഹത്തിന് ഈ യശസ്സെല്ലാം വന്നു ചേർന്നതും എന്ന് പറയണം. ഭഗവാൻ ബ്രഹ്മണ്യദേവനാണ്, ബ്രാഹ്മണ ഭക്തനായ ദേവനാണ്. ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണരെ തന്നെ ദേവനായി കരുതുന്ന, തന്നേക്കാൾ ഉപരിയാണെന്ന് കരുതുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയണ. ബ്രഹ്മണ്യദേവഃ പുരാതനഃ പുരുഷഃ. ആ പുരാതനനായ പുരുഷൻ ആദിനാരായണൻ, അദ്ദേഹം നിത്യം യത് ചരണാഭിവന്ദനാത്, അവിടെ ഹരി എന്നും പറഞ്ഞു. ആ ഹരി എല്ലാവരുടെ സന്താപങ്ങളെയും ഹരിക്കുന്നവൻ, എല്ലാവരുടെ പാപങ്ങളെയും ഹരിക്കുന്നവൻ, എല്ലാവരുടെ ദുഃഖങ്ങളെ ഹരിക്കുന്നവനാണ് ഹരി. ആ ബ്രഹ്മണ്യദേവനായ പുരാതന പുരുഷനായ ഹരി
നിത്യം ചരണാഭിവന്ദനാത്, എപ്പോഴും നിത്യവും ഏതൊരുത്തരുടെ പാദവന്ദനം ഹേതുവായിട്ട്, ഏതൊരു മഹാത്മാക്കളുടെ ബ്രാഹ്മണരുടെ പാദവന്ദനം ഹേതുവായിട്ട്, കാരണം അദ്ദേഹം ബ്രഹ്മണ്യദേവനാണ്, ബ്രാഹ്മണരെ ഈശ്വര തുല്യനായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ ബ്രാഹ്മണരെ എല്ലാം നിത്യം വന്ദിക്കുന്നവനാണ്. അങ്ങനെയുള്ള അദ്ദേഹം മഹത്തമാഗ്രണീഹി, മഹത്തമന്മാരിൽ വെച്ച് അഗ്രണിയായി ഭവിച്ചു എന്നും ഈ മഹാത്മാക്കളെ പാദസേവ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം മഹത്തമന്മാരിൽ അഗ്രണിയായി ഭവിച്ചത് എന്നാണ്. മഹാത്മാക്കളിൽ വെച്ച് മുഖ്യനായിട്ട് ഭവിച്ചു. എല്ലാവർക്കും ഉപരിയാണ് വിഷ്ണുവിന്റെ സ്ഥാനം. എന്തുകൊണ്ട്? ഈ മഹാത്മാക്കളുടെ പാദസേവ ചെയ്തതുകൊണ്ട്. ഇപ്പൊ ജഗത് പവിത്രം യശഃ, അതുപോലെ തന്നെ അനപായിനിയും ലക്ഷ്മിയും അവാപ. അവാപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു. ഈ രണ്ട് കാര്യങ്ങളെയും അദ്ദേഹം പ്രാപിച്ചു. ഏതിനേക്കാ? ജഗത് പവിത്രം യശഃ, ലോകത്തെ ശുദ്ധമാക്കുന്ന യശസ്സാണ് ഭഗവാന്റെ യശസ്. ഭഗവാന്റെ കീർത്തി എന്നുള്ളത് അത് ആരാണോ കീർത്തിക്കുന്നത് അവരെ ശുദ്ധമാക്കും, കേൾക്കുന്നവരെ ശുദ്ധമാക്കും, ലോകത്തിനെ തന്നെ ശുദ്ധമാക്കാൻ കഴിവുള്ളതാണ് ഭഗവാന്റെ യശസ്. എന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെയുള്ള ലോകഹിതമായിട്ടുള്ള അത്രയും അത്ഭുതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ ഭഗവാൻ ചെയ്യാൻ ശക്തനായി തീർന്നത് ഈ മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ജഗത്തിനെ പവിത്രീകരിക്കുന്ന യശസ് ലഭിച്ചു. അനപായിനിയും ലക്ഷ്മിയും അവാപ, തന്നെ വിട്ടുപിരിയാത്തവളായ ലക്ഷ്മിയെയും പ്രാപിച്ചു. ലക്ഷ്മി ദേവി ഭഗവാനെ വിട്ടുപിരിയാത്തതിന്റെ കാരണം ഈ മഹാത്മാക്കളുടെ അനുഗ്രഹമാണ്, അവരുടെ പാദസ്പർശമാണ്. അത് ഭഗവാൻ തന്നെ, വിഷ്ണു തന്നെ ദശമസ്കന്ധത്തിലെ 88 അധ്യായത്തിലോ മറ്റേ ആ ഭൃഗുവിന്റെ പരീക്ഷ 88 89 മറ്റാണ് ഭൃഗുവിന്റെ പരീക്ഷയുണ്ടല്ലോ. ത്രിമൂർത്തികളിൽ ആരാണ് ആരാധിക്കാൻ യോഗ്യൻ, ഏറ്റവും ഉത്തമൻ എന്ന് ഋഷിമുനിമാരൊക്കെ കൂടി സത്രം കൂടിയിട്ട് ഭൃഗുവിനെ ഏൽപ്പിച്ചു. ആ സമയത്ത് ഭൃഗു ബ്രഹ്മദേവനെ പരീക്ഷിച്ചു. ബ്രഹ്മദേവൻ അതിൽ പരാജയപ്പെട്ടു. മഹാദേവനെ പരീക്ഷിച്ചു, അദ്ദേഹവും പരാജയപ്പെട്ടു. വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെ പരീക്ഷിക്കാനായി വന്നതായിട്ടുള്ള സമയത്ത് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലയും വെച്ച് ഒന്ന് മയങ്ങുകയായിരുന്നു. ഈ സമയത്ത് വന്ന് ഈ ഭൃഗു മഹർഷി വിഷ്ണുവിന്റെ മാറത്തൊരു ചവിട്ടാണ് കൊടുത്തത്. ഒരു മഹാത്മാവ് വരുമ്പോൾ ഉറങ്ങിക്കിടക്കുക എന്നുള്ള മട്ടില്, എഴുന്നേൽക്കൂ എന്ന മട്ടിൽ ഒരു ചവിട്ട് കൊടുത്തു. ആ ചവിട്ടേറ്റ വിഷ്ണു ഞെട്ടി ഉണരുന്നത് പോലെ ഭാവിച്ച് ഉണർന്ന് വളരെ വിനയത്തോടുകൂടി ക്ഷമാപണം ചെയ്യുകയാണ് ഭൃഗു മഹർഷിയോട്. അയ്യോ, അങ്ങയെപ്പോലൊരു മഹാത്മാവ് വരുമ്പോൾ അങ്ങയെ സൽക്കരിക്കാൻ, അങ്ങയെ പൂജിക്കാൻ ഞാൻ കാത്തിരുന്നില്ലല്ലോ, ഞാൻ ഉറങ്ങിപ്പോയല്ലോ, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം എന്ന് ക്ഷമാപണം ചെയ്യുകയും ഒപ്പം എൻ്റെ ഈ കല്ലുപോലെയുള്ള കഠിനമായ മാറത്ത് ചവിട്ടി അങ്ങയുടെ പാദം നൊന്ത് കാണുമല്ലോ, അതിനെ ഞാനിതാ ഇങ്ങോട്ട് തരൂ, ആ പാദത്തെ ഞാൻ സംവാഹനം ചെയ്യാം, ഞാൻ ഒഴിഞ്ഞു തരാം, ഞാൻ തലോടിത്തരാം, അങ്ങേക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന മാറ്റിത്തരാം. മാത്രമല്ല അങ്ങ് എന്നെ അനുഗ്രഹിച്ചു, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എൻ്റെ ഈ ശരീരം പവിത്രമായി. അങ്ങ് ചവിട്ടിയതായിട്ട് ഈ സ്ഥാനമുണ്ടല്ലോ മാറത്ത്, ഈ സ്ഥാനം ഞാൻ എന്നും ശ്രീവത്സം എന്ന ഒരു മറുകായി അടയാളമായി ഞാൻ സൂക്ഷിക്കും. അങ്ങയുടെ പാദസ്പർശം ഏറ്റത് കാരണം, എൻ്റെ ശരീരം പവിത്രമായത് കാരണം ലക്ഷ്മി ദേവി മംഗളസ്ഥാനങ്ങളിൽ മാത്രമേ അവൾ ഇരിക്കുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും അമംഗളം ഉണ്ടെങ്കിൽ വിട്ടുപോകുന്നവളാണ് ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവി നിത്യവും എൻ്റെ ശരീരത്തിൽ വസിക്കും എന്നുള്ളതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാരണം അങ്ങയുടെ പാദസ്പർശം ഏറ്റു. അതുകൊണ്ട് എൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയെ എന്നെ കൂടുതൽ സ്നേഹിക്കാനും എന്നോട് ചേർന്നിരിക്കാനുമുള്ള അനുഗ്രഹം നൽകിയ അങ്ങയുടെ ഈ പാദസ്പർശം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ അങ്ങയോട് കൃതജ്ഞതയുള്ളവനാണ്, അങ്ങേതാ നമസ്കരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ആ ഭൃഗുവിനോട് ക്ഷമാപണവും ചെയ്ത് അദ്ദേഹത്തിന്റെ ആ പാദസ്പർശത്തെ വലിയ അനുഗ്രഹമായിട്ട് സ്തുതിക്കുകയും ചെയ്ത്
തൻ്റെ സത്വഗുണം പ്രകടിപ്പിച്ചു. അങ്ങനെ ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും സാത്വികനും ആരാധിക്കാൻ യോഗ്യനായിട്ടുള്ളതും വിഷ്ണുവാണ് എന്ന് ആ ഭൃഗു മഹർഷി മറ്റു മഹർഷിമാരുടെ സത്രങ്ങളിൽ ചെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദർഭവും നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കണ്ടു. സനകാദികൾ ജയവിജയന്മാരെ ശപിച്ച് നിൽക്കുന്നതായിട്ടുള്ള സന്ദർഭത്ത് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറാൻ പോലും സമയമില്ലാതെ ക്ഷമയില്ലാതെ ഓടി വരുന്ന രംഗം. സനകാദികളോട് തന്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്തതിന് താൻ തെറ്റ് ചെയ്തതുപോലെ ക്ഷമാപണം ചെയ്യുന്നു. ആ ജയവിജയന്മാർ തടഞ്ഞത്, എന്റെ ഭൃത്യന്മാർ തടഞ്ഞത് ഞാൻ ചെയ്ത തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നു, ഞാൻ അതിന് ക്ഷമാപണം ചെയ്യുന്നു. ഭൃത്യന്മാർ ചെയ്യുന്ന തെറ്റിന് ഉത്തരവാദി സ്വാമിയാണ്, അതുകൊണ്ട് ഞാനാണ് ഉത്തരവാദി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ക്ഷമാപണം ചെയ്യുന്ന സനകാദികളുടെ മഹത്വത്തെ എടുത്തു പറയുന്ന ആ ഭഗവാന്റെ വാക്കുകളൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പം ഇതുപോലെ പല സന്ദർഭങ്ങളിലും മഹാത്മാക്കളെക്കുറിച്ച് എടുത്തെടുത്തെടുത്ത് വർണ്ണിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കാണാം. അപ്പോൾ തന്നേക്കാൾ മുകളിലാണ് ഭഗവാൻ ഈ മഹാത്മാക്കളെ, സജ്ജനങ്ങളെ, ബ്രാഹ്മണരെ ഒക്കെ കൽപ്പിച്ചു വച്ചിരിക്കുന്നത്. കാരണം ലോകത്തിന് എന്നും ഇതുപോലെയുള്ള മഹാത്മാക്കളാണ് ആശ്രയം ആയിരിക്കുന്നവർ. അവരെയാണ് ലോകം, ജനങ്ങൾ ആശ്രയിക്കേണ്ടത്. അപ്പൊ അതിന് മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ എന്ന് ഇതേ ഭഗവാൻ തന്നെയാണ് ഗീതയിലൂടെ പ്രഖ്യാപിച്ചത്. ശ്രേഷ്ഠ പുരുഷന്മാർ എന്താണോ ആചരിക്കുന്നത്, അവരെന്താണോ പ്രമാണമായി മാതൃക കാണിക്കുന്നത്, അത് തന്നെയാണ് സാധാരണക്കാരും പിന്തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് താൻ നിശ്ചയിച്ച വേദത്തിലെ ധർമ്മങ്ങളെ താൻ തന്നെ അനുഷ്ഠിച്ചു കാണിക്കുന്ന ആളാണ് ഭഗവാൻ. വേദത്തിൽ ഇതൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേദമന്ത്രങ്ങൾ, ഉപദേശങ്ങളൊക്കെ ഇതുപോലെയുള്ളതായിട്ടുള്ള സദാചാരങ്ങളെ കുറിച്ചുണ്ട്. ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടതിന്റെ കാര്യം, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ടതിന്റെ കാര്യം, സജ്ജനങ്ങൾ എന്താണോ ലോകത്തിൽ ചെയ്യുന്നത് അതിനെ അനുകരിക്കൂ നിങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള വേദമന്ത്രങ്ങൾ. അപ്പൊ അതൊക്കെ പ്രമാണമാണ്. അതിനെ ഞാൻ പോലും ബഹുമാനിക്കുന്നു, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുവിൻ എന്ന് മാതൃക കാണിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഈ മഹാത്മാക്കളെയൊക്കെ പാദസേവ ചെയ്ത് ബ്രഹ്മണ്യദേവൻ എന്നറിയപ്പെടുന്നു. ബ്രഹ്മണ്യനാണ് ഭഗവാൻ. അപ്പോൾ ബ്രാഹ്മണ സേവ കൊണ്ടാണ്, മഹാത്മാക്കളുടെ സേവ കൊണ്ടാണ് തനിക്ക് ഈ മഹത്വം വന്നു ചേർന്നത്. അപ്പൊ നിങ്ങൾക്കും മഹത്വം വേണമെങ്കിൽ നിങ്ങൾ മഹാത്മാക്കളെ സേവിക്കുവിൻ എന്ന് ലോകത്തിന് മാതൃക കാണിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കാനുള്ളതായിട്ടുള്ള തൻ്റെ ശക്തി, തൻ്റെ സാമർഥ്യം എല്ലാം ഈ മഹാത്മാക്കളിൽ നിന്ന് തനിക്ക് കിട്ടിയ അനുഗ്രഹ ശക്തിയാണെന്ന് ഭഗവാൻ പറയുന്നു. ഇപ്പൊ നിത്യം യരണാഭിവന്ദനാത് ബ്രഹ്മണ്യദേവ പുരാതന പുരുഷ ഹരി മഹത്തമാഗ്രമണീഹി അഭവത് എന്നും ഏത് മഹാത്മാക്കളുടെ ബ്രാഹ്മണരുടെ പാദസേവ ചെയ്ത് ബ്രഹ്മണ്യദേവനായ ബ്രാഹ്മണ ഭക്തനായിട്ടുള്ള ആ പുരാതന പുരുഷനായ ഹരി മഹത്തമന്മാരിൽ അഗ്രണിയായി ഭവിച്ചുവോ, ജഗത് പവിത്രം യശഃ അവാപ, ലോകത്തെ പവിത്രീകരിക്കുന്ന യശസ് ആ വിഷ്ണു ഭഗവാന് ലഭിച്ചത് ഈ മഹാത്മാക്കളുടെ സേവ കൊണ്ടാണ്. അതുപോലെ തന്നെ അനപായിനിയും ലക്ഷ്മിയും അവാപ, തന്നെ വിട്ടുപിരിയാത്ത ലക്ഷ്മിയെയും അദ്ദേഹം പ്രാപിച്ചത് ഈ മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് പ്രജകളെ നിങ്ങൾ മഹാത്മാക്കളെ ബഹുമാനിക്കുവിൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു രാജാവ്, പൃഥു ചക്രവർത്തി. അല്ലേ, നമ്മുടെ കേരളം ഭരിക്കുന്ന രാജാക്കന്മാരോ അവര് നിന്ദിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്രത്തോളം നിന്ദിക്കാമോ അതിന് മാതൃക കാണിക്കവര്. മറ്റു മതസ്ഥരുടെ പുരോഹിതന്മാരെയൊക്കെ ചെന്ന് വണങ്ങും. അതും ചില സന്ദർഭങ്ങളിലൊക്കെ നിന്ദിച്ചിട്ടുണ്ട്. അവർക്ക് എതിരായിട്ട് പറഞ്ഞാൽ അപ്പം നിന്ദിക്കും. ഭരണകർത്താക്കൾക്ക് എതിരായിട്ട് അത് ആര് പറഞ്ഞാലും അവരെ എന്ത് ചീത്ത വാക്കുകൊണ്ടും നിന്ദിക്കാൻ ഒരു മടിയുമില്ല.
അങ്ങനെയുള്ള ഭരണാധികാരികളാണ് നമ്മളെ ഭരിക്കുന്നത്. നല്ല ഉത്തമ മാതൃകകളാണ്. ശരി, അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. യത് സേവയാ ശേഷഗുഹാശയസ്വരാട് വിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വരഃ തദേവ തദ്ധർമ്മപരൈർവിനീതൈഃ സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം. അപ്പൊ ഭഗവാൻ സന്തോഷിക്കുന്നത് ഈ മഹാത്മാക്കളെ സേവിക്കുമ്പോഴാണ് എന്ന് വീണ്ടും പൃഥു ചക്രവർത്തി പറയുന്നു. വിപ്രപ്രിയ സ്വരാട് അശേഷ ഗുഹാശയ ഈശ്വര യത് സേവയാ കാമം തുഷ്യതി. യത് സേവയ, ഏതൊരു മഹാത്മാക്കളുടെ സേവ കൊണ്ട് കാമം തുഷ്യതി. കാമം തുഷ്യതി എന്ന് പറഞ്ഞാൽ യഥേഷ്ടം, നല്ലതുപോലെ ഇഷ്ടം പോലെ നമ്മുടെ നേരെ സന്തോഷിക്കുന്നു. അപ്പൊ ഭഗവാൻ ആരാണ്? വിപ്രപ്രിയ, വിപ്രന്മാരിൽ പ്രിയത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഇവിടെ വിപ്ര ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഏതെങ്കിലും ഒരു നമ്മൾ ഇന്ന് പറയുന്നതായിട്ടുള്ള ജാതി അല്ല. ഇവിടെ വിപ്ര ശബ്ദത്തിന്റെ അർത്ഥം വേദം പഠിച്ച് അതിലെ നിയമങ്ങൾക്കനുസരിച്ച് സദാചാരത്തോടുകൂടി ജീവിക്കുകയും ഈശ്വരപരമായി അവരുടെ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, മറ്റുള്ളവർക്കെല്ലാം ഉത്തമ മാതൃകകളായിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ വിപ്രശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും നമ്മൾ ഇന്ന് SSLC സർട്ടിഫിക്കറ്റിലോ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റിലോ സൂചിപ്പിക്കുന്ന ജാതി അല്ല. അപ്പൊ വിപ്രപ്രിയ, ആ ബ്രാഹ്മണപ്രിയ, ബ്രഹ്മജ്ഞാനികളോ അല്ലെങ്കിൽ വേദജ്ഞാനികളോ അതുപോലെയുള്ള സദാചാര നിഷ്ഠയോടുകൂടിയവരോ ആയിട്ടുള്ള അറിവുള്ളവരായിട്ടുള്ള ആളുകളോട് പ്രിയമുള്ളവനാണ് ഭഗവാൻ. സ്വരാട്, സ്വരാട് സ്വയം പ്രകാശിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ, സ്വതേ ശോഭിക്കുന്നവനാണ് സ്വരാട്. അശേഷ ഗുഹാശയ, എല്ലാവരുടെ ഹൃദയ ഗുഹയിലും ആത്മാവായി പ്രകാശിക്കുന്നവൻ. അശേഷ ഗുഹാശയ, സകല ചരാചരങ്ങളുടെയും ഹൃദയ ഗുഹയിൽ ആത്മസ്വരൂപനായി അന്തര്യാമിയായി പ്രകാശിക്കുന്നവൻ അശേഷ ഗുഹാശയ. ഈശ്വര, എല്ലാവരെയും പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നവനുമാണ് ഭഗവാൻ. അകത്ത് ആത്മസ്വരൂപനായും പുറത്ത് ഈശ്വരനായും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ യത് സേവയാ കാമം തുഷ്യതി, ഏതൊരു മഹാത്മാക്കളുടെ സേവ കൊണ്ട് നല്ലതുപോലെ സന്തോഷിക്കുന്നുവോ, തദ്ധർമ്മപരൈഹി വിനീതൈഹി ഭവദ്ഭിഹി സർവാത്മനാ തദ് ബ്രഹ്മകുലമേവ നിഷേവ്യതാം. ഭവദ്ഭിഹി യുഷ്മാഭിഹി, നിങ്ങളാൽ, തന്റെ പ്രജകളെ നോക്കി പറയണം, നിങ്ങളാൽ, ഭവദ്ഭിഹി ഭവാന്മാരാൽ, സർവാത്മന എല്ലാ പ്രകാരത്തിലും സർവഭാവത്തോടുകൂടെ തദ് ബ്രഹ്മകുലമേവ നിഷേവ്യതാം, ആ ബ്രാഹ്മണകുലത്തെ തന്നെ നന്നായി സേവിക്കപ്പെടട്ടെ. നിതരാം സേവ്യതാം നിഷേവ്യതാം, ഏറ്റവും നന്നായി നിങ്ങൾ ആ ബ്രാഹ്മണ കുലത്തെ സേവിക്കുവിൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? തദ്ധർമ്മപരന്മാരാണ്, വിനീതന്മാരാണ്. ഭവദ്ഭിഹി എന്നുള്ളതിന്റെ വിശേഷണങ്ങളാണ്. തദ്ധർമ്മപരൈഹി വിനീതൈഹി ഭവദ്ഭിഹി. തന്റെ പ്രജകളെ കുറിച്ച് പൃഥു ചക്രവർത്തിക്ക് നല്ല അഭിപ്രായമാണ്. നിങ്ങൾ തദ്ധർമ്മപരന്മാരാണ് എന്ന് വെച്ചാലോ, തത് ശബ്ദം കൊണ്ട് ഭഗവാൻ എന്നർത്ഥം. ആ ഭഗവാന്റെ ധർമ്മങ്ങളെ ആചരിക്കുന്നതിൽ പരന്മാരാണ് നിങ്ങൾ, ശ്രേഷ്ഠന്മാരാണ്, ആഗ്രഹിക്കുന്നവരാണ്, അതിൽ തൽപരരാണ് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭഗവാന്റെ സന്തോഷത്തിനായി ധർമ്മം അനുഷ്ഠിക്കുന്നവരും വിനീതൈഹി, നല്ല വിനയമുള്ളവരും, ഞാൻ പറയുന്ന ഈ വാക്കിനെയും നിങ്ങൾ വിനയത്തോടുകൂടി സ്വീകരിക്കുന്നവരാണ്. മഹാത്മാക്കളെ നിങ്ങൾ വിനയത്തോടുകൂടി ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾ വിനയമുള്ളവരാണ്. അങ്ങനെ വിനയമുള്ളവരായിട്ടുള്ള നിങ്ങളാൽ സർവാത്മന തദ് ബ്രഹ്മകുലമേവ നിഷേവ്യത, എല്ലാ പ്രകാരത്തിലും ആ ബ്രഹ്മകുലത്തെ, ആ എന്താ പറയുക, സജ്ജന സമൂഹം, സദാചാരനിഷ്ഠരായിരിക്കുന്ന വേദജ്ഞന്മാരായിട്ടുള്ള ആ ഈശ്വരനെ ബഹുമാനിക്കുന്നവരായിട്ടുള്ള മഹാത്മാക്കളെ നിങ്ങളും സേവിക്കണം, നിങ്ങൾ ബഹുമാനിക്കണം. അവരെ സേവിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും എന്നർത്ഥം. ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ള എളുപ്പവഴി ഭഗവാന് പ്രിയപ്പെട്ടവരെ പ്രസാദിപ്പിക്കുക. ഭഗവാന് പ്രിയപ്പെട്ടവരാണ് ഈ ബ്രഹ്മകുലം.
യൽ സേവയാ ശേഷഗുഹാശയസ്വരാട് വിപ്രപ്രിയ തുഷ്യതി കാമമീശ്വര. അതാദ്യം പറഞ്ഞു. ഏതൊരു ബ്രാഹ്മണരെ സേവിച്ചു കഴിഞ്ഞാൽ സർവ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ എളുപ്പം പ്രസാദിക്കുമോ, നന്നായി പ്രസാദിക്കുമോ, ആ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിനീതരായ നിങ്ങൾ ഏത് പ്രകാരത്തിലും ആ ഭഗവാന് ഇഷ്ടമുള്ളതായിട്ടുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്. ഭഗവാന് പ്രിയങ്കരന്മാരായിട്ടുള്ള ആ ബ്രാഹ്മണ കുലത്തെ നിങ്ങൾ നല്ലതുപോലെ സേവിക്കുവിൻ, സജ്ജനങ്ങളെ ബഹുമാനിക്കുവിൻ. തദേവ തദ്ധർമ്മപരൈർവിനീതൈഃ സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം. പുമാൻ ലഭേദാനതിവേലമാത്മനഃ പ്രസീദതോത്യന്തശമം സ്വതസ്വയം യം നിത്യസംബന്ധ നിഷേവയാ തതഃ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം. അപ്പോ മുമ്പ് ഭഗവാനെ ഭജിക്കുവിൻ എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ബ്രാഹ്മണരെ ഭജിക്കുവിൻ എന്ന് ഒന്ന് അഭിപ്രായം മാറ്റുന്നു, അല്ലേ? വാസ്തവത്തിൽ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഒട്ടും ഇല്ല. കാരണം ഭഗവാനെ ഭജിക്കുവാനുള്ള എളുപ്പവഴിയാണ് പ്രത്യക്ഷ ഭഗവത് രൂപികളായിരിക്കുന്ന മഹാത്മാക്കളെ ഭജിക്കുന്നത്. ഭഗവാൻ അരൂപനാണ്, അദൃശ്യനാണ്, നിർഗുണ നിരാകാരനാണ്. ആ നിർഗുണ നിരാകാരനായ ഭഗവാനെ ആരാധിക്കാൻ എളുപ്പമല്ല. അപ്പൊ പിന്നെ ആ ഭഗവാനെ ഏത് കൗണ്ടറിലൂടെയാണ് പിടിക്കാൻ പറ്റുക? ഏത് വഴിക്ക് അന്വേഷിച്ചാൽ ഭഗവാന്റെ അടുത്ത് എത്തും? അതിനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ അടുത്ത് എത്താനുള്ള എളുപ്പ വഴി അതാണ്. യം നിത്യസംബന്ധ നിഷേവയാ സ്വതഃ പ്രസീദതഃ ആത്മനഃ പുമാൻ അനതിവേലഃ അത്യന്തശമം സ്വയം ലഭേത അത്ര പരം ഹവിർഭുജാ മുഖം കിമസ്തി. യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊന്നിനെ എന്ന് പറഞ്ഞാൽ പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മകുലം, ബ്രാഹ്മണകുലം. അപ്പൊ ബ്രാഹ്മണകുലത്തിനെ നിത്യസംബന്ധ നിഷേവയ, നിത്യമായ സംബന്ധം കൊണ്ട് സേവിക്കുന്നത് കൊണ്ട്, ആ ബ്രാഹ്മണകുലത്തെ നിരന്തരം സേവിക്കുന്നത് കൊണ്ട് സ്വതഃ പ്രസീദതഃ ആത്മനഃ, സ്വയമേവ പ്രസാദിച്ച പരമാത്മാവിൽ നിന്ന്, ആത്മനഃ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ പരമാത്മാവ്, ആ പരമാത്മാവിൽ നിന്ന് പുമാൻ അനതിവേലം അത്യന്ത ശമം സ്വയം ലഭേത, ആ സേവിക്കുന്ന പുരുഷൻ, പുമാൻ ഈ മഹാത്മാക്കളെ സേവിക്കുന്ന പുരുഷൻ അനതിവേലം, അനതിവേലം എന്ന് പറഞ്ഞാല് അതിവേലം എന്ന് പറഞ്ഞാൽ വേലയെ അതിക്രമിക്കുന്നത്, അതിവേല എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം അതിക്രമിക്കുന്നത്. ഇവിടെ അനതിവേലം എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് തന്നെ എന്നർത്ഥം. അതിവേല ഇല്ലാതെ, അധിക ദൈർഘ്യമില്ലാതെ, ചിരകാലം വേണ്ട, അചിരേണ എന്നുള്ള പ്രയോഗമാണ് അനതിവേലം എന്നുള്ളത്. അത്യന്ത ശമം സ്വയം ലഭേത, അത്യന്തമായ ശമത്തെ, പരമമായ ശാന്തിയെ സ്വയം ലഭേത, യാതൊരു പ്രയാസവും കൂടാതെ ലഭിക്കും. അത്ര പരം ഹവിർഭുജാമുഖം കിമസ്തി. ഇതിനേക്കാൾ മീതെ, അത്ര ഈ ബ്രാഹ്മണരേക്കാൾ മീതെയായിട്ട്, പരമായിട്ട് ഹവിർഭുജ മുഖം കിമസ്തി. ഹവിർബുക്കുകൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്. ദേവന്മാരുടെ മുഖമാണ് അഗ്നിയും. അഗ്നിയും ഹവിർബുക്കാണ്, ദേവന്മാരും ഹവിർബുക്കുകളാണ്. അങ്ങനെയുള്ള ദേവന്മാരുടെ മുഖം കിമസ്തി, ഏതാണുള്ളത്, എന്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവന്മാരെ ആരാധിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലുള്ള ഭൂദേവന്മാരെ ആരാധിക്കുന്നത്, ബ്രാഹ്മണരുടെ മുഖത്ത് ഹോമിക്കുന്നത്. ഇത് ഭഗവാൻ തന്നെ സനകാദികളോടും പറഞ്ഞിട്ടുള്ളതാണ്. സനകാദികളുമായിട്ടുള്ള ആ സംവാദത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ഇഷ്ടം ബ്രാഹ്മണരുടെ മുഖത്തുകൂടെ ഭക്ഷണം കഴിക്കാനാണ്
പശുക്കളുടെ മുഖത്തുകൂടെ ഭക്ഷണം കഴിക്കാനാണ്. ഇപ്പോൾ ബ്രാഹ്മണര്, പശുക്കൾ, മറ്റുള്ള ദീനരായിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ വായിൽ കൊടുക്കുന്ന ഭക്ഷണം ഞാൻ കൂടുതൽ സ്വാദോടെ ആസ്വദിക്കുന്നു. നിങ്ങൾ യാഗശാലകളിൽ അഗ്നികുണ്ഡങ്ങൾ കൂട്ടിയിട്ട് അതിൽ സ്വാഹ 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 എന്ന് പറഞ്ഞ് വളരെ ദിവ്യങ്ങളായിട്ടുള്ള ബലികൾ, ഹവിസ്സുകളെല്ലാം സമർപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, അതിനേക്കാൾ ആസ്വദിച്ച് ഞാൻ സ്വീകരിക്കുന്നത് ഈ ബ്രാഹ്മണരുടെ മുഖത്തും പശുക്കളുടെ മുഖത്തും നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ, അനാഥരായിട്ടുള്ള ആളുകളുടെ വായിൽ കൊടുക്കുന്നതുമായിട്ടുള്ള ആ ഭക്ഷണം ഞാൻ അമൃത് പോലെ സേവിക്കുന്നു, സന്തോഷിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുക, വിവരമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഹോമം ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെയുള്ള ആളുകൾക്ക് സേവ ചെയ്യുക, മഹാത്മാക്കളെ സേവിക്കുക, പശുക്കളെ ഊട്ടുക, അനാഥരെ സേവിക്കുക. അത് ഭഗവാൻ അഗ്നിയിൽ കൊടുക്കുന്നതിനേക്കാൾ സ്വാദോടുകൂടി ആസ്വദിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ ബ്രാഹ്മണ സേവയേക്കാൾ പരമമായിട്ട് ഹവിർഭുജാമുഖം കിമസ്തി, ഹവിർബുക്കുകളായ ദേവന്മാരുടെ വായ ഏതാ ഉള്ളത്? അപ്പൊ ദേവന്മാരുടെ വായയേക്കാൾ, അഗ്നിയുടെ മുഖത്തേക്കാൾ, അഗ്നിയിൽ സമർപ്പിക്കുന്നതിനേക്കാൾ ഭഗവാന് ഏറ്റവും ഇഷ്ടം ഈ മഹാത്മാക്കളെ സേവിക്കുന്നതാണ് എന്നർത്ഥം. യജ്ഞാദികളെ കൊണ്ട് ഭഗവാനെ സേവിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് ഭോജന സൽക്കാരാദികൾ ചെയ്യുന്നതും ഭഗവത് സേവ തന്നെയാണ്. അത്രയ്ക്ക് പ്രയാസവുമില്ല അവിടെ, അല്ലേ? യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അത്രയും പ്രയാസം കൂടാതെ തന്നെ ഭഗവാന്റെ പ്രസാദത്തെ നേടിയെടുക്കാനുള്ള എളുപ്പ വഴിയാണ് മഹാത്മാക്കളെ ഊട്ടുക. ബ്രാഹ്മണ ഭജനം, ബ്രാഹ്മണ ഭോജനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയം മഹാത്മാക്കളെ തൃപ്തിപ്പെടുത്തുക, മഹാത്മാക്കളെ സേവിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാഗശാലകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം, നിങ്ങൾ വലിയ ദ്രവ്യങ്ങളൊക്കെ മുടക്കിയിട്ട് യാഗശാലകളിൽ വലിയ വലിയ യജ്ഞങ്ങൾ നടത്തുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ളതായിട്ടുള്ള അനുഗ്രഹം ഈ മഹാത്മാക്കളിൽ നിന്ന് ലഭിക്കും. അവരുടെ അടുത്തേക്കൊന്ന് ചെല്ലും, അവരുടെ ഒരു കടാക്ഷം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. അതുതന്നെയാണ് ഭഗവാൻ തൻ്റെ എന്താ പറയുക, തൻ്റെ വംശത്തിലുള്ള എല്ലാവരോടുമായിട്ട്, അല്ലെങ്കിൽ പല പ്രാവശ്യവും ഭഗവാൻ ഉപദേശിച്ചതാണ്. ഉദ്ധവനോട് ഉപദേശിക്കുന്നുണ്ട്. കുരുക്ഷേത്രത്തിൽ ആ സമന്തപഞ്ചകത്തിൽ വെച്ച് ഗ്രഹണ സമയത്ത് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ സജ്ജനങ്ങളുമായി, മഹാത്മാക്കളുമായി, ഋഷിമാരുമായിട്ടുള്ള ആ സമാഗമ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കേൾക്കെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇങ്ങനെ പലതവണ ഈ ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയുന്നതായിട്ടൊരു ശ്ലോകമാണ് നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഹ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ഭാഗവതത്തിൽ ഏറ്റവും അധികം ആവർത്തിച്ചിട്ടുള്ള ഒരു ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് പറയാം. ഈ ശ്ലോകം ഡയറക്റ്റ് ഇങ്ങനെ തന്നെ 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ ആശയത്തോടുകൂടി അതിൽ 10 പ്രാവശ്യത്തിലധികം പറഞ്ഞിട്ടുണ്ട്. അതേ ആശയം വാക്കുകൾ മാറ്റിക്കൊണ്ട് പല ഭഗവാന്റെ അവതാരമൂർത്തികളും, ഋഷഭദേവനാവട്ടെ, പൃഥു ചക്രവർത്തിയാകട്ടെ, വൈകുണ്ഠമൂർത്തിയാകട്ടെ, പല സന്ദർഭങ്ങളിലും ഇതേ ആശയം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ആശയമാണത്. ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ശ്ലോകവും നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഹ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ഇപ്പൊ ഭാഗവതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടൊരു ഉപദേശം ഏതാന്ന് ചോദിച്ചാൽ ഇതാണ്. അമ്മയാനി തീർത്ഥാനി നഹി. ജലാശയങ്ങളൊന്നും തീർത്ഥങ്ങളാവുന്നില്ല. ജലാശയങ്ങൾ തീർത്ഥങ്ങളാവുന്നത് നമ്മൾക്ക് അതിൽ അത്രത്തോളം ശ്രദ്ധാഭക്തികൾ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ വെറും ജലമാണത്. ഇപ്പൊ ഗംഗയിൽ മത്സ്യങ്ങൾ ജീവിക്കുന്നുണ്ട്, മുതലകളുണ്ട്. ഗംഗാതീരത്ത് പല പ്രാകൃതന്മാരും ഗംഗയെ ബഹുമാനിക്കാതെ കഴിയുന്നുണ്ട്. അവർക്കൊന്നും ഗംഗയുടെ അനുഗ്രഹം കിട്ടില്ല. എന്നാൽ ഗംഗയുടെ മാഹാത്മ്യം നല്ലതുപോലെ ശ്രദ്ധയോടുകൂടെ ഉൾക്കൊണ്ട്
ആ ഭയഭക്തി ബഹുമാനങ്ങളോട് ഗംഗയെ സേവിക്കുന്നവർക്ക് ഗംഗാ ദർശനം, ഗംഗാ സ്നാനം, ഗംഗാപാനം, ഗംഗാസ്മരണം, ഗംഗാ പൂജ ഇതൊക്കെ ആരാണോ ചെയ്യുന്നത് അവർക്ക് ഗംഗയുടെ അനുഗ്രഹം എപ്പോ കിട്ടുമെന്ന് ചോദിച്ചാൽ തേ പുനന്തി ഉരുകാലേന വളരെ കാലം കഴിയുമ്പോഴാണ് അതിന്റെ പുണ്യം കിട്ടുക. അത് നമ്മളെ ശുദ്ധീകരിക്കുക. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഹ. ക്ഷേത്രത്തിലെ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശിലകൾ, ഈശ്വര പ്രതിഷ്ഠകൾ, അവയിലും നമ്മൾക്ക് എത്രത്തോളം ശ്രദ്ധാഭക്തിയുണ്ട് അതിനനുസരിച്ച് അതിനെ സേവിച്ചാൽ കാലം കൊണ്ടാണ് അതിന്റെ ഫലം ലഭിക്കുക. ന ദേവാ മൃച്ഛിലാമയാഹ തേ പുനന്തി ഉരുകാലേന. എല്ലാം വളരെ കാലം കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ഫലം കിട്ടിത്തുടങ്ങുള്ളൂ. എന്നാൽ ദർശനാദേവ സാധവ, സാധുജനങ്ങൾ, സജ്ജനങ്ങൾ, മഹാത്മാക്കൾ, അവരുടെ ദർശനമാത്രയിൽ, അവരെ നിങ്ങൾ കണ്ടാലും ശരി അവർ നിങ്ങളെ കണ്ടാലും ശരി, രണ്ടും അനുഗ്രഹമാണ്, പ്രയോജനമാണ്. നിങ്ങളുടെ ജീവിതത്തെ പെട്ടെന്ന് മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് ഈ മഹാത്മാക്കൾ. അതുകൊണ്ട് ആ മഹാത്മാക്കളെയാണ് സേവിക്കേണ്ടത്, മഹാത്മാക്കളെയാണ് പൂജിക്കേണ്ടത്. അവരെ പൂജിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നത് പോലെ നിങ്ങൾ അഗ്നിഹോത്രാദികളൊന്നും ചെയ്യുമ്പോൾ, യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുമ്പോൾ ഒന്നും ഞാൻ സന്തോഷിക്കുന്നില്ല എന്ന് ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞത് കേൾക്കുക. ഭഗവാന്റെ വാക്കുകളാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ദേവന്മാരുടെ മുഖത്തേക്കാൾ ബ്രാഹ്മണരുടെ മുഖമാണ്, അവരുടെ വായിൽ കൊടുക്കുന്ന ഭക്ഷണമാണ് ഭഗവാന് പ്രിയങ്കരം. പുമാൻ ലഭേദാനതിവേലമാത്മനഃ പ്രസീദതോത്യന്തശമം സ്വതസ്വയം യം നിത്യസംബന്ധ നിഷേവയാ തതഃ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം. അപ്പൊ ഇങ്ങനെയുള്ള മഹാത്മാക്കളെ സേവിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അന്ധഃകരണം ശുദ്ധമാവുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ആത്മജ്ഞാനത്തിന് അർഹതയുണ്ടാവുകയും മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് ആത്മജ്ഞാനം പ്രകാശിക്കുകയും ചെയ്യും, പരമശാന്തിയെ പ്രാപിക്കുകയും ചെയ്യും. എളുപ്പ വഴിയാണെന്ന് പറയണം. ഭഗവാനെ സേവിക്കുവാനുള്ള എളുപ്പ വഴിയാണ് മഹാത്മാക്കളെ സേവിക്കുക. ഇനി അതാ ഇവിടെയും അത് തന്നെ പറയേണ്ട. അടുത്ത ശ്ലോകത്തില് മുമ്പ് സനകാദികളോട് ഭഗവാൻ പറഞ്ഞ അതേ ആശയം ഇതാ പൃഥു ചക്രവർത്തി വീണ്ടും പറയുന്നു. അസ്നാത്യനന്ദക്കലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖയുജ്യനാമഭിഃ ന വൈ തദാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ പാരമഹംസ്യ പര്യഗുഃ. അസ്നാദി അനന്ദഃ ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖേ യുജ്യനാമഭിഃ ന വൈ തദാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ പാരമഹംസ്യ പര്യഗുഃ. ഭഗവാനെ അനന്തൻ എന്നും പാരമഹംസ്യ പര്യഗുഃ എന്നും വിശേഷിപ്പിച്ചു. പാരമഹംസ്യ പര്യഗുഃ, പരമഹംസന്മാരാൽ പ്രാപിക്കപ്പെടുന്നവൻ, പരിഗമിക്കപ്പെടുന്നവൻ പര്യഗുഃ. അപ്പൊ പരമഹംസന്മാരാൽ പ്രാപിക്കപ്പെടുന്നവനും അനന്ത, ആദിയും അന്തവുമില്ലാത്ത അപരിച്ഛിന്നനായിരിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ യന്മുഖേ ഇജ്യനാമഭിഃ അതികോവിദൈഃ ശ്രദ്ധാഹുതം യഥാ അസ്നാതി ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ ഹുതം ന വൈ തദാ അസ്നാതി. അപ്പോ ആ അനന്തൻ ഭഗവാൻ പരമഹംസന്മാരാൽ പ്രാപിക്കപ്പെടുന്ന, വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയമായിരിക്കുന്ന അനന്തനായ ഭഗവാൻ യന്മുഖേ എന്ന് പറഞ്ഞാൽ ഏതൊരു മഹാത്മാക്കളുടെ വായിൽ എന്നർത്ഥം, മുഖത്തിൽ, ഏത് മഹാത്മാക്കളുടെ മുഖത്തിൽ, വായിൽ, ഇജ്യനാമഭിഃ എന്ന് പറഞ്ഞാൽ ഇജ്യൻ, പൂജ്യൻ, ഭഗവാന്റേതായിട്ടുള്ള നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് മഹാത്മാക്കൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഭഗവാന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അനന്തായ നമ, അച്യുതായ നമ, ഗോവിന്ദായ നമ എന്ന് പറഞ്ഞുകൊണ്ട്
അവർക്ക് സമർപ്പിക്കാം. അപ്പൊ മഹാത്മാക്കൾക്ക് സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലിക്കൊണ്ട് തത്വകോവിദൈഹി, ആ തത്വം അറിഞ്ഞവരാൽ ശ്രദ്ധാഹുതം, ശ്രദ്ധയോടുകൂടി ഹോമിക്കപ്പെട്ടതിനെ യഥാ അസ്നാദി, എപ്രകാരം ഭഗവാൻ ഭുജിക്കുന്നുവോ, നവൈ തഥാ അസ്നാദി, അതുപോലെ ഭുജിക്കുന്നില്ല. എവിടെ? ഹുതാശനേ ഹുതം, ഹുതാശനൻ ഹോമിച്ചത് അശിക്കുന്നവൻ അഗ്നി, അഗ്നിയിൽ ഹോമിച്ചതിനെ നവൈ തഥാ അസ്നാദി, അങ്ങനെ കഴിക്കുന്നില്ല. അങ്ങനെ അപ്രകാരം സ്വാദോടുകൂടി ഇഷ്ടമായിട്ടല്ല അദ്ദേഹം ഭുജിക്കുന്നത്. എന്താ കാരണം? ചേതനയാ ബഹിഷ്കൃതേ ഹുദാസനെ എന്ന് പറഞ്ഞു. ഹുദാസനെ ഒന്ന് നിന്ദിച്ചു പറയണം ഇവിടെ. ചേതനയാ ബഹിഷ്കൃതേ ഹുദാസനെ, ചൈതന്യത്താൽ ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന, ചൈതന്യമില്ലാതിരിക്കുന്ന അഗ്നിയിൽ, അഗ്നി ഒരു സ്വയം ജഡമായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പൊ ജഡമായ അഗ്നിയിൽ ഹോമിക്കുന്നത് ഭഗവാൻ അതുപോലെ ഭുജിക്കുന്നില്ല. ജീവനുള്ള മഹാത്മാക്കളുടെ വായിൽ കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാന്റെ നാമത്തെ നിങ്ങൾ വിളിക്കുമ്പോൾ അവിടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണ് അന്തര്യാമിയായി വൈശ്വാനരനായിരുന്ന് ഭുജിക്കുന്നത്. അപ്പൊ മഹാത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലിക്കൊണ്ട് കൊടുക്കുക. അങ്ങനെ തത്വമറിയുന്നവർ അങ്ങനെ കൊടുക്കുമ്പോൾ ഭഗവാൻ അത് സ്വാദോടുകൂടെ നന്നായി സ്വീകരിക്കുന്നു, ആസ്വദിക്കുന്നു. ജഡമായ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഭഗവാന് അത്രയ്ക്കും തൃപ്തിയൊന്നും ഇല്ല. ഇവിടെ അഗ്നിയെ അചേതനമായും ബ്രാഹ്മണരെ ചൈതന്യമൂർത്തികളായും ആണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചൈതന്യമൂർത്തികളായ ബ്രാഹ്മണരുടെ വായിൽ കൊടുക്കുന്നതോ അതോ ഹോമകുണ്ഡത്തിലെ ജഡമായ അചേതനമായ അഗ്നിക്ക് കൊടുക്കുന്നതോ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നാണെങ്കിൽ ഭാഗവതം പ്രമാണം, പൃഥുചരിതം പ്രമാണം, സാക്ഷാൽ ഭഗവാന്റെ അംശ അവതാരമായിട്ടുള്ള പൃഥു ചക്രവർത്തി വിളിച്ചു പറയുന്നു, ഭഗവാൻ ഇഷ്ടം ഈ ചൈതന്യമൂർത്തികളായിട്ടുള്ള മഹാത്മാക്കൾക്ക് അന്നദാനം ചെയ്യുന്നതാണ്, അവരെ സൽക്കരിക്കുന്നതാണ് ഭഗവാൻ കൂടുതൽ ആസ്വദിക്കുന്നത്. ഇതൊക്കെ അടിവരയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കും. അസ്നാത്യനന്ദഃ ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖ യുജ്യനാമഭിഃ ന വൈ തദാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ പാരമഹംസ്യ പര്യഗുഃ എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളോ ഹോമങ്ങളോ പൂജാദികളോ ഒക്കെ ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞില്ല അവിടെ. പക്ഷെ അതിനേക്കാൾ ശ്രദ്ധ വേണ്ട വിഷയമാണ് ഇത് എന്നാണ് പറഞ്ഞത്. താരതമ്യം ചെയ്യുമ്പോൾ മറ്റത് നിൽക്കണം, അതൊരു സംസ്കാരമാണ്. ഇങ്ങനെ താരതമ്യം ചെയ്ത് പറയാനെങ്കിലും ഈ ആചാരാനുഷ്ഠാനങ്ങൾ വേണം. മഹാത്മാക്കളെ ലഭിച്ചില്ലെങ്കിൽ ഭഗവാന് കൊടുക്കാനുള്ള വഴിയാണ് ഇതുപോലെയുള്ളതായിട്ടുള്ള ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ. മഹാത്മാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആദ്യം സൽക്കരിക്കുക, എന്നിട്ട് ഹോമാദികളൊക്കെ ചെയ്യാം. ഹോമം കഴിഞ്ഞിട്ട് മഹാത്മാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ആദ്യം മഹാത്മാക്കളെ സന്തോഷിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഹോമാദികളൊക്കെ ചെയ്യുക. ഭഗവാൻ അതാണ് ഇഷ്ടം. അപ്പൊ ഈ തത്വം മനസ്സിലാക്കുക. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയും. എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത്, ഭഗവാന് ഏറ്റവും ഇഷ്ടം ഏതാണ്, പിന്നെ സംശയമില്ല. അനുഷ്ഠിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല, മടിയുമില്ല, അജ്ഞാനമില്ല, ഭയമില്ല. ഉറച്ച കാൽവെപ്പുകളോടെ ചെയ്യേണ്ടത് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അസ്നാത്യനന്ദഃ ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖ യുജ്യനാമഭിഃ ന വൈ തഥാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ പാരമഹംസ്യ പര്യഗുഃ യദ്ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാതപോ മംഗളമൗന സംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്തദൃഷ്ടയേ യത്രേദമാദർശ ഇവാവഭാസതേ. യദ്ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാതപോ മംഗളമൗന സംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്തദൃഷ്ടയേ യത്രേദമാദർശ ഇവാവഭാസതേ. അപ്പോൾ ഇവിടെ മഹാത്മാക്കൾ വേദത്തിന്റെ പ്രത്യക്ഷ മൂർത്തികളാണ്.
വേദം ഗ്രന്ഥരൂപങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ ഇവിടെ മഹാത്മാക്കളുടെ മുഖത്താണ്, വളരെ ചൈതന്യത്തോടു കൂടിയിട്ടാണ് വേദം ഇരിക്കുന്നത്. അവരുടെ മുഖത്തു നിന്നാണ് ആ അറിവുകൾ ലോകത്തിന് ലഭിക്കുന്നത്. മറ്റത് വെറുമൊരു അറിവായി, ഒരു ഗ്രന്ഥമായി എവിടെയോ ഇരിക്കുന്നു. അതിനേക്കാൾ ഇഫക്റ്റീവാണ് മഹാത്മാക്കളുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള അറിവുകൾ. അതുകൊണ്ട് ബ്രാഹ്മണർ വാസ്തവത്തിൽ ഈ വേദങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന കണ്ണാടി പോലെ നിർമ്മലന്മാരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരെ പൂജിക്കുവിനെന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ വിരജം സനാതനം യത് ബ്രഹ്മ തത് അർത്ഥദൃഷ്ടയേ സമാധിന ശ്രദ്ധാ തപോ മംഗള മൗന സംയമൈ യത്ര ആദർശേ മുഖമിവ ബിഭ്രതി. ഇവര് ആദർശേ മുഖം ഇവ ബിഭ്രതി. ആദർശം കണ്ണാടിയാണ്. കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖം എങ്ങനെ കാണപ്പെടുന്നു, ധരിക്കപ്പെടുന്നു, ഭരിക്കപ്പെടുന്നുവോ അതുപോലെ ഈ ബ്രാഹ്മണരിൽ വേദം പ്രകാശിക്കുന്നു. കണ്ണാടിയിൽ മുഖം പ്രകാശിക്കുന്നത് പോലെ ബ്രാഹ്മണരിൽ വേദം പ്രകാശിക്കുന്നു എന്നാണ് താല്പര്യം. അപ്പോ ഇവര് കണ്ണാടി പോലെ ശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. വിരജം സനാതനം യത് ബ്രഹ്മ. ഇവിടെ ബ്രഹ്മശബ്ദം കൊണ്ട് വേദം എന്നർത്ഥമാണ്. അപ്പൊ വിരജം എന്താ പറയുക, ശുദ്ധമായത്, രജോ ഗുണമില്ലാത്തത്, ധൂളികളില്ലാത്തത്, പൊടിയില്ലാത്തത്, മാലിന്യമില്ലാത്തത് എന്നൊക്കെ അർത്ഥം വിരജം. അപ്പൊ ശുദ്ധമായതും സനാതനം അനാദിയുമായിട്ടുള്ള നിത്യമായിരിക്കുന്ന ആ അറിവ് യത് ബ്രഹ്മ, ഏതൊരു വേദമുണ്ടോ തത് അർത്ഥദൃഷ്ടയേ, അത് പ്രയോജനത്തെ നൽകാനായിക്കൊണ്ട്, പരമാർത്ഥ തത്വബോധത്തിനായിക്കൊണ്ട് ഈ ബ്രാഹ്മണരിൽ പ്രകാശിക്കുന്നു. സമാധിന ശ്രദ്ധാ തപോ മംഗള മൗന സംയമയൈ യത്ര ആദർശേ മുഖമിവ ബിഭ്രതി. ഇവരുടെ സമാധി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത തന്നെയാണ്. അവരുടെ എന്താ പറയുക, അന്ധകരണത്തിന്റെ ഏകാഗ്രത, ജീവിതത്തിൽ നിഷ്ഠയോടുകൂടി ജീവിച്ച് മറ്റു വിഷയങ്ങൾ, ലൗകിക വിഷയങ്ങളിലൊന്നും അവരുടെ മനസ്സ് പോകുന്നില്ല. എപ്പോഴും ഈ വേദത്തെക്കുറിച്ച് തന്നെയാണ് അവരുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ. വായിൽ വരുന്നതൊക്കെ ഈ വൈദികങ്ങളായിട്ടുള്ള തത്വങ്ങൾ തന്നെയാണ്, വേദമന്ത്രങ്ങൾ തന്നെയാണ്. അപ്പൊ എപ്പോഴും സമാധി എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഏകാഗ്രതയോടെ ഫോക്കസ്ഡ് ആണ് അവരുടെ ലൈഫ്. അപ്പൊ സമാധിന, അതുപോലെ ശ്രദ്ധ, നല്ല ഭക്തിയും വിശ്വാസവുമാണ് അവർക്ക് വേദത്തോട്. അങ്ങനെ ശ്രദ്ധയും തപസ്, നിത്യവുമുള്ളതായിട്ടുള്ള അനുഷ്ഠാനം തന്നെയാണ്, സ്വധർമ്മ ആചരണം തന്നെയാണ് തപസ്. അതുപോലെ മംഗളകർമ്മങ്ങൾ, മംഗളാചരണങ്ങൾ, മൗനം, സംയമം, ഇന്ദ്രിയങ്ങളുടെയൊക്കെ നിയന്ത്രണം, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ മഹാത്മാക്കളിൽ എത്ര എന്ന് പറഞ്ഞാൽ യാതൊരുവരിൽ, ഏതൊരു മഹാത്മാക്കളിൽ ആദർശേ മുഖം ഇവ ബിഭ്രതി, കണ്ണാടിയിൽ മുഖം കാണുന്നത് പോലെ ഈ മഹാത്മാക്കളിൽ വേദം പ്രകാശിക്കുന്നു. വേദത്തിന്റെ പ്രത്യക്ഷ സാന്നിധ്യമാണ്. വേദത്തിലുള്ള അറിവുകൾ മുഴുവൻ നമുക്ക് വേദം പഠിക്കാനോ വേദം മനസ്സിലാക്കാനോ ഒക്കെ വളരെ കഷ്ടമുണ്ട്. എന്നാൽ ഈ മഹാത്മാക്കളെ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. വേദമൂർത്തികളാണ് അവര്. അവർ കണ്ണാടി പോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ജീവിത നിഷ്ഠ കൊണ്ട്, തപസ്സുകൊണ്ട്, ഏകാഗ്രത കൊണ്ട് ഒക്കെ ആ വേദധർമ്മത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേദം പഠിക്കാൻ സമയമില്ലെങ്കിൽ അടുത്തുള്ള മഹാത്മാക്കളെ നോക്കൂ. വേദം തന്നെ അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലും സംശയം വന്നാൽ നിങ്ങളുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാത്മാക്കളെ, ബ്രാഹ്മണരെ ശ്രദ്ധിക്കുവിൻ. അവരെന്താണ് അനുഷ്ഠിക്കുന്നത് അത് അതുപോലെ അനുഷ്ഠിക്കുവിൻ. ഏത് സംശയമുണ്ടെങ്കിലും അവരോട് ചോദിക്കുവിൻ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ വേദത്തിൽ ധാരാളമുണ്ട്. സത്യം വദ ധർമ്മം ചര മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി
യദി തേ കർമ്മ വിചികിത്സാ വാ വൃത്ത വിചികിത്സാ വാ സ്യാദ് യേ തത്ര ബ്രാഹ്മണാഃ സമ്മർശിനഃ സ്യുഃ യദാ തേ തത്ര വർത്തേരൻ തദാ തേഷു വർത്തേതാഃ. അവരെങ്ങനെയാണോ നിങ്ങളുടെ സമീപത്തുള്ളതായിട്ടുള്ള ബ്രാഹ്മണാഃ സമ്മർശിനഃ, നല്ല ബുദ്ധിമാന്മാർ വിവേകികളായിട്ടുള്ള ബ്രാഹ്മണർ, നിസ്സംഗരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ബ്രാഹ്മണർ എങ്ങനെയാണോ ആ വിഷയത്തിൽ അവർ വർത്തിക്കുന്നത്, യഥാ തേ തത്ര വർത്തേരൻ തഥാ തേഷു വർത്തേതാ, അതുപോലെ നിങ്ങൾ അവരിൽ വർത്തിക്കുവിൻ, അതുപോലെ പിന്തുടരുവിൻ, അവരെ മാതൃകയാക്കുവിൻ എന്നൊക്കെ ഉപനിഷത്ത് വിളിച്ചു പറയുന്നു. അപ്പൊ നടക്കുന്ന സഞ്ചരിക്കുന്ന വേദങ്ങളാണ്, സചേതനങ്ങളായ വേദങ്ങളാണ്, വേദമൂർത്തികളായിരിക്കുന്ന ഈ ബ്രാഹ്മണർ. അതുകൊണ്ട് ആ മഹാത്മാക്കളെ പൂജിക്കുവാൻ, അല്ലാതെ വേദം പഠിക്കാത്ത ശാപ്പാട്ടുരാമന്മാരെ പൂജിക്കാനല്ല പറയുന്നത്. തോന്നിയവാസികളായി ജീവിക്കുന്ന ആളുകളെയല്ല ഇവിടെ പൂജിക്കാൻ പറയുന്നത്, ആ വേദമൂർത്തികളായിരിക്കുന്ന മഹാത്മാക്കളെ. യത് ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാ തപോ മംഗളമൗന സംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്ത ദൃഷ്ടയേ യത്രേദമാദർശ ഇവാവഭാസതേ. അപ്പോ കർമ്മം കൊണ്ടുള്ള ശുദ്ധി, ജ്ഞാനം കൊണ്ടുള്ള ശുദ്ധി, ഉപാസന കൊണ്ടുള്ള ശുദ്ധി, ഇങ്ങനെയുള്ള 3 ശുദ്ധി കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ബ്രഹ്മജ്ഞാനം മറവ് കൂടാതെ പ്രകാശിക്കുന്നു, കണ്ണാടിയിൽ മുഖമെന്ന പോലെ. അതുകൊണ്ട് ആ മഹാത്മാക്കളെ നിങ്ങൾ സേവിക്കുവിൻ, പൂജിക്കുവിൻ, ബഹുമാനിക്കുവിൻ. തേഷാമഹം പാദസരോജരേണും ആര്യാവഹേയാധികിരീടമായുഃ യം നിത്യദാ ബിഭ്രത ആശുപാപം നശ്യത്യമും സർവഗുണാ ഭജന്തി. ഇവിടെ നോക്കൂ, എന്നെ നോക്കൂ, ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാ പറയണത്. തേഷാം അഹം പാദസരോജരേണും ആര്യാവഹേയാധികിരീടം ആയുഃ യം നിത്യദാ ബിഭ്രത ആശുപാപം നശ്യത്യമും സർവഗുണാ ഭജന്തി. തന്റെ മുമ്പിലിരിക്കുന്നവരെ സംബോധനയാണ് ആര്യാഹ, അല്ലയോ ആര്യന്മാരെ, ശ്രേഷ്ഠന്മാരെ. അഹം തേഷാം പാദസരോജരേണും ആയുഃ അധികിരീടം വഹേയ. അഹം ഞാൻ അധികിരീടം വഹേയ, എന്റെ കിരീടത്തിന്റെ മുകളിൽ വഹിക്കുന്നു, ഞാൻ വഹിക്കും എന്നാണ് പറയുന്നത്. വഹേയ എന്നുള്ളത് അഹം വഹേയ, ഐ വിൽ ബെയർ, ഐ വിൽ ഡെക്കറേറ്റ് മൈ ക്രൗൺ വിത്ത് ദ ഡസ്റ്റ് ഓഫ് ദെയർ ഫീറ്റ്. അവരുടെ പാദധൂളികളെ കൊണ്ട് എന്റെ ശിരസിനെ, എന്റെ കിരീടത്തെ ഞാൻ അലങ്കരിക്കും. അഹം തേഷാം പാദസരോജരേണും, ആ മഹാത്മാക്കളുടെ പാദകമലത്തിൽ നിന്നുള്ള രേണുക്കളെ, ധൂളികളെ, ആയുഹു, എന്റെ ആയുസ് വരെ, എന്റെ മരണം വരെ, ജീവിതകാലം മുഴുവൻ, അതികിരീടം, കിരീടത്തിന്റെ മുകളിൽ, വഹേയ, ഞാൻ വഹിക്കും. യം നിത്യതാ ബിഭ്രതഃ പാപമാശു നശ്യതി. യം, ഏതൊരു പാദധൂളിയെ, ഈ മഹാത്മാക്കളുടെ പാദധൂളിയെ, നിത്യതാ ബിഭ്രതഃ, എന്നും ധരിക്കുന്നവന് എന്ത് സംഭവിക്കുന്നു? പാപമാശു നശ്യതി, അവന്റെ പാപങ്ങളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നു. മഹാത്മാക്കളുടെ പാദധൂളികളെ നിത്യവും സേവിക്കുന്നവന്, നിത്യവും ശിരസിൽ ധരിക്കുന്നവന് അവന്റെ പാപങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു. അമും സർവഗുണാഃ ഭജന്തി, അങ്ങനെയുള്ളവനെ എല്ലാ ഗുണങ്ങളും ഭജിക്കുന്നു, പ്രാപിക്കുന്നു. എല്ലാ ഗുണങ്ങളും അവനിൽ വന്നു ചേരുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? മഹാത്മാക്കൾ, അറിവുള്ളവർ, സദാചാരമുള്ളവർ, അവരെ ബഹുമാനിക്കുന്നവരുടെ ഉള്ളില് ഈ ഗുണങ്ങളൊക്കെ അറിയാതെ വന്നു ചേരും. യത് ഭാവഃ തദ് ഭവതി. നിങ്ങൾ എന്താണോ നിരന്തരം ഭാവന ചെയ്യുന്നത് അത് ഭവിക്കും. ആസ് യു തിങ്ക് സോ യു ബിക്കം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. അപ്പൊ നിങ്ങൾ ഈ മഹാത്മാക്കളെ തന്നെ നിരന്തരം ബഹുമാനിച്ച് അവരെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ സ്വഭാവവും അതുപോലെയാവും. പുഴു വേട്ടാളനെ ധ്യാനിച്ച് ധ്യാനിച്ച് വേട്ടാളനായി തീരും പോലെ.
മഹാത്മാക്കളെ ധ്യാനിച്ച് മഹാത്മാക്കളെ ബഹുമാനിച്ച് ആ മഹാത്മാക്കളുടെ ഗുണങ്ങളെല്ലാം നമ്മൾ ആഗിരണം ചെയ്യും. നമ്മുടെ ഉള്ളിലേക്ക് അത് അറിയാതെ നമ്മുടെ സ്വഭാവത്തിലേക്ക് അത് സ്വാധീനമായി വരും. നിങ്ങൾ ആരുടെ കൂടെ ജീവിക്കുന്നുവോ അവരുടെ സ്വഭാവം നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്വാധീനിക്കും. യാതൊരു സംശയവും വേണ്ട. കള്ളന്മാരുടെ കൂടെ നിങ്ങൾ കുറച്ചു നേരം കഴിച്ചാൽ മതി, എപ്പോൾ നിങ്ങളുടെ മനസ്സ് എല്ലാ കള്ളത്തരങ്ങളും കൊണ്ട് നിറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. വിഷയലമ്പടന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചാൽ മതി, നിങ്ങൾ അതിനേക്കാൾ വലിയ വിഷയലമ്പടന്മാരായി മാറും. മദ്യപാനികളുടെ കൂടെ കുറച്ചു നേരം ചെലവഴിച്ചാൽ നിങ്ങൾ മദ്യപാനിയായി മാറും. അങ്ങനെ മാംസബുക്കുകളുടെ കൂടെ കുറച്ചു കാലം കഴിച്ചാൽ നിങ്ങൾ മാംസബുക്കായിട്ട് മാറും. അപ്പോൾ ഏത് രാജ്യത്ത് ഏത് ആളുകളുടെ കൂടെ സഹവാസം ചെയ്യുന്നുവോ, ഏത് ആളുകളുമായിട്ട് കൂടുതൽ നിങ്ങൾ അടുത്ത് ഇടപഴകുന്നുവോ അവരുടെ സ്വഭാവമെല്ലാം നമ്മൾ അറിയാതെ തന്നെ കീഴ്പ്പെടുത്തും, സ്വാധീനിക്കും. അപ്പം നിങ്ങൾ മഹാത്മാക്കളുടെ കൂടെ നിരന്തരം അവരെ സേവിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരുടെ പാദധൂളികളെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഗുണങ്ങളൊക്കെ വന്നു ചേരും. ഇവിടെ മഹാത്മാക്കളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അറിവിനെയും നല്ല ശീലങ്ങളെയും ബഹുമാനിക്കുക എന്ന് തന്നെയാണ്. അല്ലാതെ ആ വ്യക്തികളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അവരാ വ്യക്തികൾ വേറെ പല തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാണ് അവര്. ആ ജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കുന്ന ശുദ്ധിയുടെ പ്രതീകങ്ങളാണ് അവര്. ധർമ്മത്തിന്റെ മൂർത്തികളാണ് അവര്. അവരെ കാണുന്തോറും ആ ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മളും നല്ലവരായി മാറുന്നു. അതാണ് പാപങ്ങൾ നശിക്കുന്നു, സർവഗുണങ്ങളും അവനെ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ മഹാത്മാക്കളുടെ പുറകെ നടക്കുന്നവർ എപ്പോഴും ജ്ഞാനദാഹികളായിരിക്കും. അവർക്ക് എപ്പോഴും ആ അറിവ് നേടാനുള്ളതായിട്ടുള്ള വ്യഗ്രത ഉണ്ടായിരിക്കും. അറിവിന് വേണ്ടിയിട്ടുള്ള ദാഹം തീരുകയില്ല. അങ്ങനെ മഹാത്മാക്കളുടെ പുറകെ നടന്നാലുള്ള ഗുണമാണത്. അപ്പോൾ ആ ജ്ഞാനദാഹം കൊണ്ട് തന്നെ നിരന്തരം ഇവരുടെ അറിവിനെ നിങ്ങൾ പാനം ചെയ്തുകൊണ്ട് നിങ്ങളും അറിവുള്ളവരായി, നിങ്ങളും ഇവരുടെ ശീലങ്ങളുള്ളവരായി ഭവിക്കും. എത്ര കാലം നമുക്ക് മഹത്തുക്കളുമായിട്ട് കൂടെ ചേർന്ന് കഴിയാൻ പറ്റുന്നുവോ അത്രയും നമ്മളിൽ മാറ്റമുണ്ടാവും എന്നർത്ഥം. അപ്പോ തേഷാമഹം പാദസരോജരേണും ആര്യാവഹേയാദി കിരീടമായുഃ യം നിത്യതാ ബിഭ്രത ആശുപാപം നശ്യത്യമും സർവഗുണാ ഭജന്തി ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനു സമ്പദഃ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനഃ സാനുചരശ്ച മഹ്യം. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേ അനുസമ്പദഃ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനഃ സാനുചരശ്ച മഹ്യം. അങ്ങനെ ബ്രാഹ്മണരെ സേവിച്ച് അവരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഗുണങ്ങളും ഒരുവനിൽ വന്നു ചേർന്നാൽ അതിൻ്റെ ഫലം എന്താണെന്ന് പറയുകയാണ്. ഗുണായനം, ഗുണങ്ങളുടെ അയനം, ഗുണങ്ങളുടെ വാസസ്ഥാനം, ഗുണനിലയം, ഗുണങ്ങളുടെ മുഴുവൻ സ്ഥാനഭൂതനായിരിക്കുന്നവനും ശീലധനം, ശീലം അവന് ധനമായി മാറുന്നു. ഈ മഹത്തുക്കളെ സേവിച്ചതിന്റെ ഫലമായിട്ട് നല്ല സൗശീല്യം, നല്ല ശീലങ്ങൾ അവന് അസറ്റായിട്ട് മാറുന്നു. ശീലധനം. വൃദ്ധാശ്രയം, ഈ ജ്ഞാനവൃദ്ധന്മാരെ, തപോവൃദ്ധന്മാരെ, വയോവൃദ്ധന്മാരെ, ശീലവൃദ്ധന്മാരെ സേവിച്ചതുകൊണ്ട് വൃദ്ധാശ്രയം, വൃദ്ധന്മാരുടെ ആശ്രയത്തോടു കൂടിയവനും കൃതജ്ഞം, കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ അറിയുന്നവനാണ് കൃതജ്ഞൻ. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവോ കൃതത്തെ ജാനാതി, കൃതം ജാനാതീതി കൃതജ്ഞ, അതിന്റെ ഭാവം കൃതജ്ഞത. അപ്പോ മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന എന്തിനേയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അതാണ് മനുഷ്യത്വം. അല്ലാതെ മൈൻഡ് ചെയ്യാതിരിക്കരുത്.
ഇവിടെ കൃതജ്ഞ, ഉപകാരത്തെ അറിയുന്നവനുമായിരിക്കുന്ന ആ പുരുഷനെ സമ്പദ അനുവൃണുതേ, സമ്പത്തുകൾ, എല്ലാ സമ്പത്തുകളും അനുവൃണുതേ, ക്രമത്തിൽ വരിക്കുന്നു, അവന്റെ പുറകെ വരുന്നു. എല്ലാ സമ്പത്തുകളും അവന്റെ പുറകെ വരുന്നു. അങ്ങനെയുള്ള മഹ്യം ബ്രഹ്മകുലം ഗവാം കുലം സാനുചരഃ ജനാർദ്ദനഃ പ്രസീദതാം. അതുകൊണ്ട് എൻ്റെ നേർക്ക് പൃഥു അവസാനിപ്പിക്കുകയാണ്. മഹ്യം, എൻ്റെ നേർക്ക് ബ്രഹ്മകുലം, ആ ബ്രാഹ്മണ കുലവും, ഗവാം കുലം, പശുക്കളുടെ കുലവും, സാനുചരഃ ജനാർദ്ദനഃ, അനുചരന്മാരോടുകൂടിയവനായ ഭഗവാനും, ആ ജനാർദ്ദനൻ, ജനങ്ങളുടെ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നവൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവനായ ജനാർദ്ദനൻ ശ്രീഹരി പ്രസീദതാം, എൻ്റെ നേർക്ക് പ്രസാദിക്കണം. അപ്പൊ എൻ്റെ നേർക്ക് ശ്രീഹരി പ്രസാദിക്കണം, ബ്രഹ്മകുലം പ്രസാദിക്കണം, പശുക്കളുടെ കുലം പ്രസാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ ബ്രാഹ്മണ സേവ, വൃദ്ധസേവ ചെയ്യുന്നതായിട്ടുള്ള ഒരാൾക്ക് എല്ലാ ഗുണങ്ങളും അവനിൽ വന്നു വസിക്കുന്നു. നല്ല ശീലങ്ങളുടെ ഉടമസ്ഥനായി മാറുന്നു, ശീലധനനായി തീരുന്നു, കൃതജ്ഞനായി ഭവിക്കുന്നു, അവനെ എല്ലാ സമ്പത്തുക്കളും വന്നു ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാക്കളെ സേവിക്കുവാനുള്ളതായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ബ്രഹ്മകുലം എൻ്റെ നേരെ പ്രസാദിക്കട്ടെ എന്ന് പറയുന്നത് കൊണ്ട്. ഭഗവാൻ എന്നിൽ പ്രസാദിച്ച് എനിക്കതിനുള്ള അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇനി അടുത്ത അധ്യായത്തിൽ ഈ പ്രാർത്ഥനയുടെ ബലമായിട്ട് ഇത് പറഞ്ഞു നിൽക്കുന്ന ഇടയ്ക്കാണ് സനകാദി മഹാത്മാക്കൾ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അവിടേക്ക് തന്നെ വരുന്നത്. ഈ ഉദ്യാനത്തിൽ, ഈ ഉപവനത്തിലേക്ക് തന്നെ സനകാദികൾ എഴുന്നള്ളുന്നു. അപ്പൊ താൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ അവിടെ പ്രയോഗത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് പൃഥു ചക്രവർത്തി. തന്റെ പ്രജകളോട് മഹാത്മാക്കളെ സേവിക്കുവിൻ, അവരുടെ പാദധൂളികളെ ശിരസിൽ ധരിക്കുവിൻ എന്ന് ഉപദേശിച്ചത് മാത്രമല്ല, അദ്ദേഹം അത് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. സനകാദികൾ വരുമ്പോൾ എത്ര വിനയത്തോടുകൂടെ, എത്ര ഭവ്യതയോടുകൂടെ അവരെ സൽക്കരിക്കുന്നു, അവരുടെ കാല് കഴുകുന്നു, അവരെ സ്തുതിക്കുന്നു, അവരുടെ പാദധൂളിയെ ശിരസിൽ ധരിക്കുന്നു. ഇതൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതും കാണാം അത് അടുത്ത അധ്യായത്തിൽ. അപ്പൊ ഇതിന്റെ ഈ അധ്യായം മൈത്രേയ മഹർഷി വിതുരനോട് ഈ ഒരു രംഗത്തെ ഉപസംഹരിക്കുന്ന വാക്കുകളാണ്. അത് നമുക്ക് നോക്കാം. മൈത്രേയ ഉവാച ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാതയഃ തുഷ്ടുവുരു ഹൃഷ്ടമനസഃ സാധുവാദേന സാധവഃ. മൈത്രേയ ഉവാച, മൈത്രേയ മഹർഷി തുടരുന്നു വിതുരനോട്. ഇത്രയും നേരം പൃഥുവിന്റെ വാക്കുകളായിരുന്നു, അപ്പോൾ ഒരു മാറ്റം അവിടെ, മൈത്രേയന്റെ വാക്കുകൾ. ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാതയഃ തുഷ്ടുവുരു ഹൃഷ്ടമനസഃ സാധുവാദേന സാധവഃ. ഇതി ബ്രുവാണം, ഇങ്ങനെ പറയുന്നവനായ ആ നൃപതിം, രാജാവിനെ, സാധവഃ, അവിടെ കൂടിയിരിക്കുന്ന സാധുക്കളായിട്ടുള്ള പിതൃദേവദ്വിജാതയഃ, പിതൃക്കളും ദേവന്മാരും ബ്രാഹ്മണരും എല്ലാവരും തന്നെ ഹൃഷ്ടമനസഃ, സന്തോഷിച്ച മനസ്സോടുകൂടെ, സാധുവാദേന തുഷ്ടുവുഹു, സാധു സാധു, ഉത്തമം ഉത്തമം, നന്നായിട്ടുണ്ട് അങ്ങയുടെ ഉപദേശം, നന്നായിട്ടുണ്ട് അങ്ങയുടെ അഭിപ്രായം, എല്ലാവർക്കും സമ്മതമാണ്, ഞങ്ങളെല്ലാം അങ്ങയുടെ വാക്കുകളെ അംഗീകരിക്കുന്നു, അനുമോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെട്ടത് അത് അവർ ചെയ്തു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയ്ക്കും ധർമ്മമായിരുന്നത് കൊണ്ട്, ഏറ്റവും ഉത്തമ വാക്കുകളായതുകൊണ്ട് ഇവർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അവർ ഹർഷത്തോടുകൂടെ, ഹൃഷ്ടമനസഃ, എല്ലാവരും കൂടെ സാധുവാദേന തുഷ്ടുവുഹു, തുഷ്ടുവു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു, അദ്ദേഹത്തെ പ്രശംസിച്ചു, നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ സ്തുതിച്ചു. പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതീ ശ്രുതി ബ്രഹ്മദണ്ഡഹതഃ പാപോ യദ്വേനോ അത്യതരത്തമഃ. ഇതുപോലൊരു പുത്രനെ കിട്ടിയത് കൊണ്ട് അവന്റെ അച്ഛൻ എത്ര പാപിയായിക്കോട്ടെ അയാൾ രക്ഷപ്പെട്ടു എന്നാ പറയണത്. കാരണം പുത്രന്റെ ആ പേര് തന്നെ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? പുത്രൻ എന്നാൽ പുത്തെന്ന നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. പുന്നാമ നരകാത് ത്രായതേ ഇതി പുത്രഃ. അപ്പോ ആ
നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുകയാണ് ഇവിടെ ഇതുപോലൊരു പുത്രൻ ചെയ്തത് എന്ന് പറയാണ്. യത് പാപ ബ്രഹ്മദണ്ഡഹതഃ വേനഃ, ആ പാപിയായ ബ്രഹ്മദണ്ഡത്താൽ എന്ന് വെച്ചാൽ ബ്രാഹ്മണ ശാപത്താൽ ഹതനായ, ഹനിക്കപ്പെട്ട, അപമൃത്യു വരിച്ച ആ വേനൻ തമഹ അത്യതരത്, തമസ്സിനെ അഥവാ നരകത്തിനെ അതിതരണം ചെയ്തു. അത്യതരത് മറുകര കണ്ടു. അയാൾ നരകത്തിൽ നിന്ന് കരകയറി എന്നർത്ഥം. തമഹ എന്നുള്ളത് ഇവിടെ നരകത്തിന്റെ പര്യായമാണ്. അന്ധകാര പൂർണ്ണമായ ലോകത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് അയാൾ കരകയറി, അതിതരണം ചെയ്തു. തമഹ അത്യതരത്. പുത്രേണ ലോകാൻ ജയതേതി ശ്രുതി സത്യവതീ. എല്ലാരും കൂടി പറയണ്. പുത്രേണ ലോകാൻ ജയതേതി ശ്രുതി. വേദവാക്കാണ് പുത്രേണ ലോകാൻ ജയതേ. പുത്രന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ സൽപുത്രനെ കൊണ്ട് ആ പിതാവ് ലോകങ്ങളെ പ്രാപിക്കുന്നു. പിതൃലോകങ്ങളെയും സ്വർഗലോകങ്ങളെയും ഊർധ്വലോകങ്ങളെയും ഒക്കെ ജയിക്കുന്നു എന്നുള്ള വേദവാക്ക് ഇപ്പതാ സത്യവതി. അത് സത്യവതിയായിരിക്കണം. സത്യവതി എന്ന് പറഞ്ഞാല് അത് സത്യമായി തീർന്നിരിക്കണു എന്നർത്ഥം. പുത്രേണ ലോകാൻ ജയതേതി ശ്രുതിഹി. ശ്രുതിഹി സത്യവതി. ശ്രുതിയെ വിശേഷിപ്പിച്ചതാണ്. ആ വേദമന്ത്രം ഇപ്പൊ സത്യത്തോടു കൂടതായി തീർന്നിരിക്കുന്നു. അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് പ്രൂവൺ എന്നർത്ഥം. അപ്പൊ ഇതുപോലെ ഈ പൃഥുവിനെ പോലൊരു മഹാനായ പുത്രനെ ജനിപ്പിച്ചതുകൊണ്ട് ആ വേനൻ ധന്യനായി തീർന്നു. അദ്ദേഹം നരകത്തിൽ നിന്ന് കരകയറി എന്ന് പറയണം. തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ ഇതുപോലെ മറ്റൊരാളെയും കൂടി ഉദാഹരിക്കുന്നു. ഹിരണ്യകശിപുവിന്റെ കഥ, പ്രഹ്ലാദനെ കൊണ്ട് കരകയറിയ കഥ. ഹിരണ്യകശിപുശ്ചാപി ഭഗവൻ നിന്ദയാ തമഃ വിവിക്ഷുഃ അത്യഗാത് സൂനോഃ പ്രഹ്ലാദസ്യാനുഭാവതഃ. ഹിരണ്യകശിപുശ്ച അപി, ആ ഹിരണ്യകശിപുവും ഭഗവൻ നിന്ദയാ തമഃ വിവിക്ഷുഃ, ഭഗവാനെ നിന്ദിച്ചതുകൊണ്ട് തമസ്സിനെ, അന്ധകാരത്തെ, നരകത്തെ വിവിക്ഷു വേശിതും ഇച്ഛു, പ്രവേശിക്കുവാൻ ഇച്ഛിക്കുന്നവൻ, പ്രവേശിക്കുവാൻ യോഗ്യനായവൻ, നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവൻ, ഒരുങ്ങിയവൻ, അങ്ങനെയുള്ള ഹിരണ്യകശിപു ഭഗവാനെ നിന്ദിച്ചതുകൊണ്ടാണ് നരകത്തിലേക്ക് പോകാനായത്. അങ്ങനെയുള്ള അദ്ദേഹം അത്യഗാത്, എന്തിനെ? തമഹ, ആ തമസ്സിനെ അധിഗമിച്ചു. അത്യഗാത് എന്ന് പറഞ്ഞാൽ അധിഗമിച്ചു, അതിക്രമിച്ചു. എന്തുകൊണ്ട്? സൂനോഹോ പ്രഹ്ലാദസ്യ അനുഭാവതഃ, സൂനുവായ പുത്രനായ ആ പ്രഹ്ലാദന്റെ അനുഭാവം കൊണ്ട്. അനുഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാഹാത്മ്യം എന്നർത്ഥം. പ്രഹ്ലാദന്റെ മാഹാത്മ്യം കൊണ്ട് ഈ ഹിരണ്യകശിപുവും തമഹ അത്യഗാത്, നരകത്തെ അതിക്രമിച്ചു. അത് ഭഗവാൻ തന്നെ പ്രഹ്ലാദനോട് പറയുന്നുണ്ട്. അവിടെ പ്രഹ്ലാദൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്. എൻ്റെ അച്ഛൻ നരകങ്ങളെ പ്രാപിക്കരുത്. പുത്രധർമ്മം അദ്ദേഹം ഭഗവാനോട് പറയണം. എൻ്റെ അച്ഛനെ നരകങ്ങളിലേക്ക് അയക്കരുത്, എൻ്റെ അച്ഛനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ തന്നെ പ്രഹ്ലാദനോട് പറയുന്നുണ്ട്, നിന്നെ പോലൊരു മകൻ ഉണ്ടായാൽ അയാൾ നരകത്തിൽ പോകുമോ? എന്റെ കരസ്പർശം കൊണ്ട് തന്നെ അവൻ നരകത്തിൽ പോകാതെ ധന്യനായി കഴിഞ്ഞു. അപ്പൊ എന്റെ കരസ്പർശം കിട്ടിയത് നിന്നെ പോലൊരു മകൻ അദ്ദേഹത്തിന് ലഭിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നിന്റെ അച്ഛൻ നരകത്തിൽ പോകില്ല, ധൈര്യമായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദനെ ഹിരണ്യകശിപു ആശ്വസിപ്പിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെ പ്രഹ്ലാദനെ നരസിംഹമൂർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ആ നരസിംഹമൂർത്തി നേരിട്ട് പറഞ്ഞതാണത്. അപ്പൊ അത് തന്നെ ഇവിടെ ഉദാഹരണമായിട്ട് പറയണു. ആ ഹിരണ്യകശിപുവും ഭഗവാന്റെ നിന്ദ കൊണ്ട് നരകത്തിൽ പോകാനിരുന്നതാണ്. പക്ഷെ പുത്രനായ പ്രഹ്ലാദന്റെ മാഹാത്മ്യം കൊണ്ട് നരകത്തെ അതിക്രമിച്ചുവല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ എന്ന് പറയണം. വീരവര്യപിതഃ പൃഥ്വ്യാഃ സമാസഞ്ജീവ ശാശ്വതീഃ യസ്യേദൃശ്യച്യുതേ ഭക്തിഃ സർവലോകൈകഭർത്തരീ. അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട്, പുകഴ്ത്തിക്കൊണ്ട് ഇവർ പറയണം, ഹേ വീരവര്യ, വീരന്മാരിൽ വെച്ച് വര്യനായവനെ, ശ്രേഷ്ഠനായവനെ, അതിശയമായ വീരത്തോടു കൂടിയവനെ, പൃഥ്വ്യാഃ പിതഃ, വീണ്ടും സംബോധനയാണ്, പൃഥ്വ്യാഃ പിതഃ, പൃഥ്വിയുടെ പിതാവായിരിക്കുന്നവനെ, ഭൂമിയുടെ അച്ഛനായിരിക്കുന്നവനെ,
പൃഥ്വ്യാഹ പിതാ, ഭൂമിയുടെ പിതാവേ, ത്വം ശാശ്വതീഹി സമാഹ സഞ്ജീവ, അങ്ങന്ന് ശാശ്വതങ്ങളായ സംവത്സരങ്ങളെ, അനേക സംവത്സരങ്ങളെ സഞ്ജീവ, സുഖമായി ജീവിച്ചാലും ആയുഷ്മാനായി ഭവിച്ചാലും എന്ന് ഇവരെല്ലാം അനുഗ്രഹിക്കുകയാണ്. യസ്യ സർവലോകൈക ഭർത്തരി അച്യുതേ ഈദൃശി ഭക്തി. യസ്യ തവ, ഏതൊരു അങ്ങയ്ക്ക് സർവലോകൈക ഭർത്തരി, സർവലോകങ്ങളുടെയും ഏക ഭർത്താവായ ഏക നിയാമകനായ ആ ഈശ്വരനായ അച്യുതേ, ആ അച്യുതനിൽ, ശ്രീഹരിയിൽ ഈദൃശി ഭക്തി, ഇപ്രകാരമുള്ളതായിട്ടുള്ളൊരു ഭക്തി ഞങ്ങൾ ആരിലും കണ്ടിട്ടില്ല. അപ്പൊ ഭഗവാന്റെ നേർക്കുള്ള അങ്ങയുടെ ഈ ഭക്തി അത് ഗംഭീരമായിരിക്കുന്നു, അങ്ങ് ദീർഘായുഷ്മാനായി ഭവിച്ചാലും എന്ന് ആശീർവദിക്കുകയാണ് ഇവിടെ 47-ാം ശ്ലോകം. അഹോ വയം ഹ്യദ്യ പവിത്ര കീർത്തേ ത്വയൈവ നാഥേന മുകുന്ദനാദാഃ യ ഉത്തമ ശ്ലോക തമസ്യ വിഷ്ണോഃ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. പവിത്രകീർത്തേ, പൃഥുവിനെ സംബോധനയാണ്. അല്ലയോ പവിത്രമായ പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനെ, ത്വയാ നാദേന ഏവ വയം മുകുന്ദനാദാഃ. അഹോ, അങ്ങ് നാഥനായിരിക്കുന്നത് കൊണ്ട്, അങ്ങയെപ്പോലൊരു രാജാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട്, വയം മുകുന്ദനാദാഃ, ഞങ്ങള് വിഷ്ണുവാകുന്ന മുകുന്ദനാകുന്ന നാഥനോട് കൂടിയവരായി. എന്നുവെച്ചാൽ അങ്ങയെപ്പോലെ ഒരു മഹാത്മാവ് രാജാവായിരിക്കുന്നത് കൊണ്ട് പ്രജകളെയും ഭഗവാനോട് ഭക്തിയുള്ളവരാക്കി ചെയ്തുവല്ലോ, അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്നവരാക്കി ചെയ്തുവല്ലോ, അങ്ങനെ ഭഗവാൻ നാഥനായി തീർന്ന മുകുന്ദനാഥന്മാരായി തീർന്നു ഞങ്ങളൊക്കെ. മുകുന്ദനാകുന്ന നാഥനോട് കൂടിയവരായി, ഭഗവാനെ ആശ്രയിക്കുന്നവരായി തീർന്നു ഞങ്ങളൊക്കെ. അഹോ ആശ്ചര്യം. യഹ ഉത്തമ ശ്ലോകസ്യ ബ്രഹ്മണ്യദേവസ്യ വിഷ്ണോഃ കഥാം വ്യനക്തി. യഹ, ഏതൊരു അങ്ങ് ഉത്തമ ശ്ലോക തമസ്യ, ഉത്തമ ശ്ലോകന്മാരിൽ വെച്ച് തമനായ അതിശ്രേഷ്ഠനായ ബ്രഹ്മണ്യദേവസ്യ, ബ്രാഹ്മണരെ ദേവനായി കരുതുന്നതായിട്ടുള്ള വിഷ്ണോഹോ, ആ വിഷ്ണുവിന്റെ ഭഗവാന്റെ കഥാം വ്യനക്തി, കഥയെ വിസ്തരിക്കുന്നുവല്ലോ, കഥയെ സ്പഷ്ടമാക്കുന്നുവല്ലോ. ഭഗവാന്റെ തത്വങ്ങൾ അങ്ങ് ഇത്രയും നന്നായി പ്രകാശിപ്പിച്ചുവല്ലോ. ബ്രഹ്മണ്യദേവനായ ഭഗവാന്റെ കഥയാണ് അങ്ങ് സ്പഷ്ടമാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾക്കും ബ്രാഹ്മണരോട് മഹാത്മാക്കളോടൊക്കെ ബഹുമാനമുണ്ടായി വന്നു. നാത്യത്ഭുതമിതം നാദ തവ ആജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. ഹേ നാദ, അല്ലയോ ഞങ്ങളുടെ എല്ലാം രക്ഷിതാവേ, തവ ആജീവ്യ അനുശാസനമിതം, അങ്ങയുടെ തവ ആജീവ്യ അനുശാസനം, ആജീവ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങയെ ആജീവനം ചെയ്യുന്നവര്, അങ്ങയെ ഉപജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ, അങ്ങയുടെ ആശ്രിതന്മാരാണ്. ആ ആശ്രിതന്മാരോടുള്ള അനുശാസനം ആജീവ്യാനുശാസനം. ആജീവ്യന്മാരെന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഉപജീവനം ചെയ്യുന്നവർ. അപ്പൊ അങ്ങയുടെ ആജീവ്യന്മാരായ ഞങ്ങളുടെ നേർക്കുള്ള ഈ അനുശാസനം, ഇതം, ഈ ശിക്ഷണം, ഈ ഉപദേശം അത്യത്ഭുതം ന, ഇത് വലിയ അത്ഭുതമൊന്നുമല്ല. എന്താ കാരണം? കരുണാത്മനാം മഹതാം പ്രജാനുരാഗ പ്രകൃതി. കരുണാത്മനാം മഹതാം, അങ്ങയെപ്പോലെയുള്ള കാരുണ്യമുള്ള മഹാത്മാക്കൾക്ക്, ഉള്ളിൽ കരുണ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മഹാത്മാക്കളായ അങ്ങയെപ്പോലെയുള്ള ആളുകൾക്ക് പ്രജാനുരാഗ പ്രകൃതി, പ്രജകളോടുള്ള അനുരാഗം, പ്രേമം, അത് സ്വാഭാവികമാണല്ലോ. അപ്പൊ അങ്ങയുടെ ഉള്ളിലുള്ള പ്രജകളോടുള്ള സ്വാഭാവികമായ പ്രേമത്തെയാണ്, അനുരാഗത്തെയാണ് അങ്ങ് ഈ ഉപദേശങ്ങളിലൂടെ നൽകിയത്. അപ്പൊ അങ്ങനെ അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കൾക്ക് ഇങ്ങനെയുള്ള ഉപദേശം അത് അത്ഭുതമല്ല, അത് സാധാരണമാണ്, പ്രകൃതിയാണ്, അവരുടെ സ്വഭാവമാണ്. അയം സ്വഭാവ സ്വതയേവ യത് പരശ്രമാപനോദശ്രവണം മഹാത്മനാം എന്ന് ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയും, ഗുരുക്കന്മാരുടെ മഹാത്മ്യത്തെ. അയം സ്വഭാവ, ഇത് മഹാത്മനാം സ്വഭാവ പര അപനോദ ശ്രവണം, പരന്മാരുടെ ദുഃഖങ്ങളെ, അവരുടെ ശ്രമങ്ങളെയെല്ലാം നീക്കിക്കളയുന്നതിൽ എപ്പോഴും ശ്രമിക്കുക എന്നതാണ്, മറ്റുള്ളവരുടെ ദുഃഖത്തെ നിവാരണം ചെയ്യുന്നതിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ് മഹാത്മാക്കളുടെ സ്വഭാവം.
സുധാംശുരേഷ സ്വയമേവ കർക്കശ പ്രഭാവിതപ്താം അവധി ക്ഷിതിം കില. ഈ ചന്ദ്രന്റെ സ്വഭാവം എന്താണ്? സുധാംശു, പകൽ മുഴുവൻ സൂര്യതാപമേറ്റ് വിഷമിക്കുന്നതായിട്ടുള്ള പ്രകൃതിയെ, ജനങ്ങളെ, ചരാചരങ്ങളെ ഒക്കെ പോഷിപ്പിക്കുക, അവരെ ആഹ്ലാദിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക തൻ്റെ ശീതകിരണങ്ങളെ കൊണ്ട്, അമൃതകിരണങ്ങളെ കൊണ്ട്. അത് ചന്ദ്രന്റെ സ്വഭാവമാണല്ലോ, അതിൽ വലിയ അതിശയമൊന്നുമില്ല. അതുപോലെയാണ് മഹാത്മാക്കളുടെ സ്വഭാവം. അതാണ് ഇവിടെയും അങ്ങേപോലെയുള്ള മഹാത്മാക്കൾക്ക് ഇത് നാച്ചുറലാണ്, സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇതിൽ അതിശയം പറയാനൊന്നും ഇല്ല. ഇതുപോലെയുള്ള എത്രയോ മഹാത്മാക്കൾ ഉണ്ട് താനും. ഈ ഭാരതത്തിൽ ഇതുപോലെയുള്ള എത്രയോ രാജർഷിമാര്, എത്രയോ മഹാത്മാക്കള് ധാരാളമുണ്ട്. നാത്യത്ഭുതമിതം നാദ തവ ആജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. അദ്യനസ്തമസഃ പാരഃ ത്വയോപാസാദിതഃ പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർ ദൈവസംജ്ഞിതൈഃ. ഹേ പ്രഭോ, അല്ലയോ സർവസമർത്ഥനായിരിക്കുന്നവനെ, ദൈവസംജ്ഞിതൈഃ കർമ്മഭിഃ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം നഃ തമസഃ പാരഃ ത്വയാ അദ്യ ഉപാസാദിതഃ. ഈ സംസാരത്തിൽ കിടന്ന് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞങ്ങളെ ഈ സാഗരത്തിന്റെ മറുകര കാണിച്ചു തന്നു. അതാണ് ദൈവസംജ്ഞിതൈഃ കർമ്മഭിഃ ഭ്രാമ്യത. ദൈവം എന്ന പേരോടുകൂടി അറിയപ്പെടുന്ന, എന്നുവെച്ചാൽ അദൃഷ്ടമായിരിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങളാൽ, അതിനാണ് ദൈവം എന്ന് പറഞ്ഞത്. ദൈവശബ്ദം കൊണ്ട് അദൃഷ്ടം എന്നർത്ഥം. അപ്പോൾ ദൈവം എന്ന നാമം കൊണ്ട്, സംജ്ഞ കൊണ്ട് അറിയപ്പെടുന്ന കർമ്മങ്ങളാൽ, പ്രാരബ്ധ കർമ്മങ്ങളാൽ ഭ്രാമ്യത, ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഏത് ഭാഗത്താണ് കര എന്നറിയാതെ നടുക്കടലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ചുകൊണ്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന, പൊങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നഷ്ടദൃഷ്ടീനാം, ദൃഷ്ടി നശിച്ചവർക്ക്, ജീവിത ദർശനമില്ലാതായവർക്ക്, മൂഢന്മാരായവർക്ക്, നഹ ഞങ്ങൾക്ക് തമസഹ പാരഹ, ആ തമസിന്റെ, അജ്ഞാനത്തിന്റെ, നരകത്തിന്റെ മറുകര, പാരം, ത്വയാ അദ്യ ഉപാസാദിത, അങ്ങയാൽ ഇപ്പോൾ സമീപിപ്പിക്കപ്പെട്ടു. അങ്ങ് ഞങ്ങളേതാ കരയ്ക്ക് അടുപ്പിച്ചിരിക്കണു. ഉപാസാദിത, ആസാദിത, സമീപം കൊണ്ടുപോക്കി ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നടുക്കടലിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളെ ഒരു കരയ്ക്ക് കൊണ്ട് ചേർത്തിരിക്കുന്നു ഇപ്പൊ അങ്ങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവത് ഭക്തിയും ബ്രാഹ്മണ സേവ എന്നീ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ സംസാര സമുദ്രം എളുപ്പം തരണം ചെയ്യാമെന്ന് ഉപദേശിച്ചതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ കരയ്ക്ക് അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് പറയണത്. അദ്യനസ്തമസഃ പാരഃ ത്വയോപാസാദിതഃ പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർ ദൈവസംജ്ഞിതൈഃ. നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീതം സ്വതേജസാ. ആ രാജാവിനെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ഭഗവാനെ സ്തുതിക്കുന്നു. അല്ലെങ്കിലോ ഭഗവാൻ തന്നെയാണ് ഈ രാജാവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലും അവർ രാജാവിനെ നമസ്കരിക്കുന്നു. ഏതൊരു ഭഗവാനാണോ യഹ ബ്രഹ്മക്ഷത്രം ആവിശ്യ സ്വതേജസാ ഇദം ബിഭർത്തി, ഏതൊരു ഭഗവാൻ ബ്രഹ്മക്ഷത്രം ആവിശ്യ, ചിലപ്പോൾ ഭഗവാൻ ബ്രാഹ്മണ ശരീരത്തിൽ പ്രവേശിക്കുന്നു, ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നു, ചിലപ്പോൾ ക്ഷത്രിയ വംശത്തിൽ ജനിക്കുന്നു, അവതാരങ്ങൾ എടുക്കുന്നു. അങ്ങനെ ബ്രാഹ്മണ ക്ഷത്രിയ വംശത്തെ പ്രവേശിച്ചിട്ട് സ്വതേജസ ഇദം ബിഭർത്തി, ഈ തന്റെ തേജസ് കൊണ്ട് ഈ ലോകത്തെ ധരിച്ചു നിൽക്കുന്നു. ഇനി അങ്ങനെ അല്ലാതെ തന്നെ ഭഗവാൻ തന്നെയാണ് ഈ പറഞ്ഞ ബ്രാഹ്മണരിലും ക്ഷത്രിയരിലും കൂടുതലായി പ്രകാശിക്കുന്നത്. ലോകത്തെ നിലനിർത്തുന്നത് ഈ ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ്, ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. അപ്പൊ അവരിലൂടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ബ്രഹ്മക്ഷത്രം ആവശ്യ ബ്രാഹ്മണ ക്ഷത്രിയ വംശങ്ങളിൽ ആവേശിച്ച് പ്രവേശിച്ച് സ്വതേജസ ഇദം വിഭർത്തി, ഭഗവാൻ അങ്ങനെയാണ് ഈ ലോകത്തെ ധരിക്കുന്നത്. ഭഗവാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല, വിവരമുള്ള മഹാത്മാക്കളിലൂടെ, വിവരമുള്ള ഭരണാധികാരികളിലൂടെ ഈ ലോകത്തെ ഭരിക്കുന്നു. അങ്ങനെയുള്ള വിവൃദ്ധ സത്വായ മഹീയസേ പുരുഷായ നമഃ.
വിവൃദ്ധസത്വായ വർദ്ധിച്ചിരിക്കുന്ന സത്വമൂർത്തിയായിരിക്കുന്ന മഹീയസേ മഹാനായ പുരുഷനായിക്കൊണ്ട് ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ആ ഭഗവാൻ തന്നെയാണ് ഈ മഹാത്മാക്കളിൽ ആവേശിച്ച് ഈ മഹാത്മാക്കളിലൂടെ ലോകത്തെ നിലനിർത്തുന്നത്, ഭരിക്കുന്നത്. അപ്പൊ ഏതൊരു ഭഗവാനാണോ ഈ പൃഥുചക്രവർത്തിയുടെ ഉള്ളിൽ പ്രവേശിച്ച് ഇത്രയും ഉത്തമമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നമുക്കും നൽകി നല്ല രീതിയിൽ രാജ്യഭാരം നിർവഹിക്കുന്ന ആ പൃഥുചക്രവർത്തിയെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ പൃഥുവിനും നമസ്കാരം. പൃഥുവിന്റെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, പൃഥു തന്നെയാണ് ഭഗവാനിൽ ആവേശിച്ചിരിക്കുന്നത്. ആ ഭഗവാന് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരപൂർവം ആ പൃഥുവിന്റെ സ്തുതിയെ അവര് ഉപസംഹരിച്ചു. നമോ വിവൃദ്ധ സത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസാ. ഇങ്ങനെ ഇവർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്താണ് ആ സനകാദികൾ അവിടെ വരുന്നത് എന്ന് അടുത്ത അധ്യായത്തിൽ ആദ്യ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. സനകാദികൾ അവിടെ സൂര്യവർച്ചസ്വികളായിരിക്കുന്ന സൂര്യ തേജസ്വികളായിരിക്കുന്ന സനകാദികൾ അവിടെ പ്രത്യക്ഷമായി. അത് അടുത്ത അധ്യായത്തിൽ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകവിംശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ 10:30 മണിക്കായിരിക്കും ക്ലാസ്. നാളെ 10:30 മണിക്കായിരിക്കും. ഹരി ഓം. നാളെ 10:30 മണിക്ക് കാണാം. എല്ലാവരും ഓർമ്മ വയ്ക്കുക, 10:30 മണിക്ക്. ഓം. എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം. ഹരി ഓം.